ഇന്നത്തെ ശില്പശാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബാബു പറമ്പത്ത് എന്നുള്ള ആളാണ്. പല സ്ഥലങ്ങളിൽ ഈ മാലിന്യ സംസ്കരണവും അതേപോലെ ഹരിതഭവനം പിന്നെ ഇങ്ങനെയുള്ള പിന്നെ സുസ്ഥിര വികസനം അങ്ങനെ തുടങ്ങി ഗവൺമെൻറ് അടുത്ത കാലത്തായിട്ട് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിൽ പരിചയമുള്ള പ്രഗത്ഭനായ സംസ്ഥാനത്തിന് ഉള്ളിലും അതിന് പുറത്തുമെല്ലാം പ്രഗത്ഭനായ പ്രശസ്തി നേടിയ വെറും പ്രശസ്തിയല്ല പ്രായോഗികമായ പ്രവർത്തനങ്ങളിലൂടെ അത് നടപ്പിലാക്കിയിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് പ്രശസ്തിയായിട്ടുള്ള പിന്നെ ബാബു പറമ്പത്താണ്. 8 വർഷത്തിന്റെ പ്രവർത്തകനാണ്. വേങ്ങേരി നിറവ് റെസിഡൻസ് അസോസിയേഷന്റെ ബന്ധപ്പെട്ട വേങ്ങേരി നിറവിന്റെ കൂട്ടായ്മയുടെ ഡയറക്ടറാണ്. ഈ ഒരു പിന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കമ്മിറ്റികളിലും അതിൻ്റെ ഉപദേശക സമിതിയിലുള്ള അംഗമാണ്. അദ്ദേഹം നമുക്ക് ക്ലാസ് എടുക്കാൻ കിട്ടിയത് വളരെ ഭാഗ്യമായി കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് നിങ്ങളെല്ലാം വളരെ പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാബുവേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മാലിന്യമുക്തമായ വീടുകൾ, മാലിന്യമുക്തമായ റോഡുകൾ, ഓഫീസുകൾ, വിദ്യാലയങ്ങൾ, ഒരു മിഠായി കടലാസ് പോലുമില്ലാത്ത വീടും നാടും സ്കൂളുകളും, ഇത് സാധ്യമാണ്. എത്രയോ പാഠപുസ്തകത്തിലൂടെ നാം ഇത് പഠിച്ചു, എത്രയോ സെമിനാറുകൾ പ്രഭാഷണങ്ങൾ നാം കേട്ടു, എത്രയോ ചർച്ചകളിൽ നാം പങ്കാളികളായി. എന്നിട്ടും നമ്മുടെ നാട് മാലിന്യമുക്തമായില്ല. ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഇതല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യങ്ങൾ? അല്ല സർ, അരമണിക്കൂർ കൊണ്ട്, ഞാൻ അടിവരയിട്ട് പറയുന്നു, അരമണിക്കൂർ കൊണ്ട് നമ്മളൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ, വീണ്ടും അടിവരയിടുന്നു, നമ്മളൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നമ്മളെ വീടിനെ, നമ്മളെ നാടിനെ ഒരു മിഠായി കടലാസ് പോലുമില്ലാത്ത വീടും നാടുമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതിന് സഹായകരമായ രീതിയിൽ കുറേ വർഷങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചിലത് നിങ്ങൾ മുമ്പാകെ അവതരിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ചർച്ചയാകാം. സുസ്ഥിര ശുചിത്വ പരിപാലനം, സസ്റ്റൈനബിൾ വേസ്റ്റ് മാനേജ്മെന്റ് സുസ്ഥിരമായിരിക്കണം. ഐക്യരാഷ്ട്രസഭ 2030 എത്തുമ്പോഴേക്കും സുസ്ഥിര വികസനത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അതിന് 17 ഗോൾസ്, 17 ലക്ഷ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ 17 ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വേസ്റ്റ് മാനേജ്മെന്റ്. ഈ 17 ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചവരാണ് നിറവ്. അതിലൊന്നാണ് വേസ്റ്റ് മാനേജ്മെന്റ്. അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. അതിന് എന്ത് ചെയ്യണം? മാറ്റാൻ നമുക്ക് ശീലങ്ങൾ, നമ്മുടെ സ്വഭാവത്തിനെ, നമ്മുടെ ശീലത്തിനെ നമുക്ക് മാറ്റിയേ മതിയാവും. സാധ്യമാണെന്തും അസാധ്യമല്ലെന്നും സാധ്യമാ വഴിയിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എല്ലാം സാധ്യമാണ്, അസാധ്യമായതൊന്നുമില്ല. വിഷയം മാലിന്യമാണല്ലോ. മാധ്യമങ്ങൾ, പത്രങ്ങൾ എല്ലാം തന്നെ അതിസങ്കീർണമെന്ന് വിശേഷിപ്പിക്കുന്ന മാലിന്യം, അത് അതിസങ്കീർണമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത. എന്നാൽ ഈ മാലിന്യം ഇത്ര വലിയ സങ്കീർണമാണോ? അല്ല എന്നാണ് കഴിഞ്ഞ 30 വർഷത്തെ ഞങ്ങളുടെ അനുഭവം. നാം എപ്പോഴും കേൾക്കുന്ന വാർത്തകളാണ് വീട്ടിൽ മാലിന്യം, ഹോട്ടൽ മാലിന്യം, ആശുപത്രിയിൽ മാലിന്യം, സ്കൂളിൽ മാലിന്യം, പഞ്ചായത്തിൽ മാലിന്യം. എന്താണ് സാർ ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ? എന്തിനാണ് നിങ്ങൾ മാലിന്യമെന്ന് വിളിക്കുന്നത്? ഒന്ന് പറഞ്ഞു. എല്ലാം ഇങ്ങനെ വാരി വലിച്ചെറിയുമ്പോൾ അത് മാലിന്യമായി മാറും. ഇതിന് ഓരോന്നിനെയും ആദ്യമേ തരംതിരിച്ച് വെച്ചിരുന്നെങ്കിലോ ഒരിക്കലും മാലിന്യം ഉണ്ടാകില്ലായിരുന്നു. പേപ്പർ വേറെ, പ്ലാസ്റ്റിക് കവർ വേറെ, പ്ലാസ്റ്റിക് ബോട്ടിൽ വേറെ, തുണി വേറെ, ചില്ല് വേറെ, തെർമോക്കോൾ വേറെ, ഓരോരോ അസംസ്കൃത വസ്തുക്കളായിരുന്നു. എല്ലാം വാരി വലിച്ചെറിയുമ്പോഴാണ് എന്തായി മാറുന്നത്? പറഞ്ഞോളൂ, മാലിന്യമായി മാറുന്നത്. ഇനി മാലിന്യം, ഈ മലയാള വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്നറിയാം? 1990-കൾക്ക് ശേഷം. അതിനു മുമ്പേ നമ്മളെ പൂർവികർ, അച്ഛനോ വല്യമ്മയോ വല്യപ്പയോ ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരാരെങ്കിലും മാലിന്യം എന്നൊരു വാക്ക് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീട്ടിലൊക്കെ പശുക്കളുണ്ടായിരുന്നു. ചാണകവും ഗോമൂത്രവും കൂടിക്കഴിഞ്ഞാൽ അതിനെ ചാണകമെന്നും ഗോമൂത്രമെന്നാണ് അവർ വിളിച്ചത്, മാലിന്യമെന്ന് വിളിച്ചിട്ടില്ല. വീട്ടിൽ ആടുകളുണ്ടായിരുന്നു. ആട്ടിൻകാഷ്ടം കൈകൊണ്ട് പൊടിച്ചിട്ടാണ് പച്ചക്കറിക്ക് ചെടിക്കിട്ട് കൊടുത്തത്. അതിന് മാലിന്യമെന്ന് അവർ വിളിച്ചിട്ടില്ല, ആട്ടിൻകാഷ്ടം എന്നേ പറഞ്ഞിട്ടുള്ളൂ. വീട്ടിൽ കോഴികളുണ്ടായിരുന്നു. കോഴികൾ കൊലായിൽ മാത്രമല്ല അകത്ത് വരെ വിസർജിച്ചിരുന്നു. എന്നാലും അതിന് കോഴിക്കാഷ്ടം എന്നേ അവർ വിളിച്ചിട്ടുള്ളൂ, മാലിന്യമെന്ന് വിളിച്ചിട്ടില്ല. ഇതെല്ലാം ജൈവ വസ്തുക്കളാണ്. ജൈവം എന്ന് പറയുന്നത് എന്താ? മണ്ണിൽ ലയിച്ചു ചേരുന്ന വസ്തുക്കളെയാണ് ജൈവം എന്ന് പറയാം. മണ്ണിൽ ലയിച്ചു ചേരാത്ത വസ്തുക്കളെയോ അജൈവം എന്നും പറയും. നമ്മൾ 3ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മറന്നുപോയി. അതാ നാട് ഇങ്ങനെയായിപ്പോയി. ഞാൻ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, അതായത് ഒന്നും പഠിപ്പിക്കുന്നില്ല. അപ്പൊ മണ്ണിൽ ലയിച്ചു ചേരുന്ന വസ്തുക്കൾ ജൈവവും, മണ്ണിൽ ലയിച്ചു ചേരാത്ത വസ്തുക്കൾ അജൈവം. ഇതാണ് വേസ്റ്റ് മാനേജ്മെന്റ് ബേസ്. പഠിച്ചില്ലേ? അപ്പൊ ഈ ചാണകവും ഗോമൂത്രവും ആട്ടുകാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ ജൈവം അജൈവം? ജൈവം.
മണ്ണിലേക്കുന്നതല്ലേ? ഇത് ആർക്കറിയായിരുന്നു? നമ്മുടെ പൂർവീകർക്ക്. അവർ സ്കൂളിൽ പോയിട്ടുണ്ടോ? അവർക്ക് വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടോ? പക്ഷെ അവർക്ക് നല്ല വിവരമുണ്ടായിരുന്നു. അവർക്കറിയാം ഇതൊക്കെ ജൈവമാണെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ ചാണകവും ഗോമൂത്രവും ആട്ടുകാഷ്ടവും ഇതെല്ലാം എടുത്ത് നല്ല മണ്ണിലേക്ക് മാറ്റി അല്ലേ? മണ്ണിനെ ഫലഭൂഷ്ടമാക്കിയില്ലേ? മണ്ണിൽ വിളവുണ്ടായില്ലേ? ആ വിളവ് ഭക്ഷിച്ച് നമ്മളും വളർന്നു വന്നില്ലേ? കാലം മാറി, സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാൻ തുടങ്ങി. പണ്ട് കാലത്ത് എന്തിനാ സാധനം വാങ്ങിക്കൊണ്ടുവന്നേ? ആ സഞ്ചിയൊക്കെ വരുന്ന പണ്ട് 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 ഇലകളില് നമ്മളെ പൂർവീകര് നാടോടികളായിരുന്നു, ഗുഹാമനുഷ്യര്. രണ്ടി തിരിഞ്ഞ് ഇങ്ങനെ കിട്ടുന്ന ഭക്ഷ്യം തിന്ന് നടന്നു പോയതാ, തോട്ടൊന്ന് വെള്ളം കുടിച്ചിട്ട്. അങ്ങനെ അവർ തിന്നുന്ന പഴമില്ലേ, അതിന്റെ വിത്ത് കുരു താഴെ വീണ് മുളയ്ക്കുന്നവർ കണ്ടു. എവിടെ മുളയ്ക്കാം? എന്ത് മണ്ണിൽ? ഈർപ്പമുള്ള മണ്ണ് വേണ്ടേ? നനവില്ലാത്ത മണ്ണിൽ മുളയ്ക്കോ? അതല്ലേ നദീതട സംസ്കാരം. 7ാം ക്ലാസ് പഠിച്ചില്ലേ? മറന്നുപോയില്ലേ? അങ്ങനെ മുളച്ചു വരുമ്പോ അവരെ നിരീക്ഷിച്ചു. അപ്പൊ അതില് വളർന്നു വരുന്നു, പൂവുണ്ടാകുന്നു, കായുണ്ടാകുന്നു. ഇനി നമ്മൾ തണ്ടി തിരിയേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെയാണ് കൃഷി ആരംഭിക്കുന്നത്. പിന്നെയോ കുടിൽ കെട്ടി താമസിക്കാൻ തുടങ്ങി. കല്ലും കൂട്ടിമുട്ടി തീ ഉണ്ടാക്കിയിട്ട് ചുട്ട് തിന്നാനും തുടങ്ങി. അങ്ങനെ നമ്മുടെ പൂർവികർ ആദ്യമായിട്ട് വാങ്ങിയ സാധനം എന്താണെന്ന് അറിയുന്നത് ഉപ്പും മത്തി. അത് ഇലയിലാണ് പോയി വാങ്ങുന്നത്. എൻ്റെ നാട്ടിലൊക്കെ എല്ലാം തേക്കിൻ്റെ ഇല, ഉപ്പത്തിൻ്റെ ഇല, വെളിയിലല്ല എന്ന് പറയാം. രാത്തവങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, അതൊക്കെ തന്നെ എനിക്ക് ഇവിടെയും പറയാം അല്ലേ? ഈ ഇലയിൽ ഉപ്പും മത്തി അവർ ഇലയിൽ പൊതിഞ്ഞ് വാങ്ങുമ്പോൾ ഇല എന്താണ്? ഒരു പൊതി, ഒരു ഉപയോഗവസ്തു. വീട്ടിലെത്തി മത്തി ചട്ടിയിലേക്കാക്കി, ഉപ്പ് കുപ്പിയിലേക്കാക്കി. അപ്പൊ ഇലയോ? അതിനെ മാലിന്യം വിളിച്ചവര് അവർക്ക് ആവശ്യമില്ലാത്ത ഇല എന്നല്ലേ പറഞ്ഞത്? ആ ഇല അവർ ചുരുട്ടി മണ്ണിലേക്ക് എറിഞ്ഞില്ലേ? ഇല ജൈവോ അജൈവോ? ജൈവോ. ആർക്കറിയാം? പൂർവീകർക്ക്. സ്കൂളിൽ പോയില്ല, സർട്ടിഫിക്കറ്റും ഇല്ല. ആ ഇല ജൈവമാണ്, മണ്ണിലേക്കുന്നവർക്കത്. അതുകൊണ്ടാണ് അവർ മണ്ണിലേക്ക് ഇട്ട് മണ്ണിലേച്ചു. പിന്നീട് ന്യൂസ് പേപ്പറിൽ സാധനം പൊതി കൊണ്ടുവരാൻ തുടങ്ങി. ഉപ്പ്, മുളക്, ചെറുപയർ, മല്ലി വീട്ടിലെത്തി പൊതി വെച്ച് കുപ്പിയിലോ ഭരണിയിലോ ടെന്നിലേക്ക് ഇട്ടപ്പോൾ ആ പേപ്പർ ചുരുട്ടി അവർ മണ്ണിലേക്ക് ഇട്ടു, ഒലിച്ചു പോയില്ലേ? അക്കാലത്ത് ചാണകം പോലെ ആലയിൽ പാളയല്ലേ ഉപയോഗിച്ച്? ഈ പാള അവർ പറമ്പിലേക്ക് എറിഞ്ഞു. പാള ജൈവോ അജൈവോ? ജൈവ മണ്ണിലേക്കുന്നതാണ്. ആർക്കറിയാം? പൂർവീകർക്ക്. സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. വേറുണ്ടായി. പിന്നീടോ നമ്മുടെ പൂർവീകർ കാലത്ത് വന്ന ആദ്യത്തെ അജൈവം എന്താണെന്നറിയാം? ഇരുമ്പ് കണ്ടുപിടിച്ചപ്പോ കൈക്കോട്ട്, കൊടുവാള്, കത്തി, മണ്ണെണ്ണ വിളക്ക്, തകിട്, ഇട്ടീന്നൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങി. ഇത് വീട്ടിൽ വരാൻ തുടങ്ങി. ഇത് തുരുമ്പിച്ച് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കേടായി കഴിഞ്ഞപ്പോൾ ഇത് മണ്ണിലേക്ക് ഇട്ടാൽ മണ്ണിലേക്കോ? ഇരുമ്പ് ജൈവോ അജൈവോ? അജൈവം. മണ്ണിലേക്കില്ല. ആരെ കാലം വയ്യ മറിയില്ലേ? അപ്പൊ പൂർവീകർ എന്ത് ചെയ്തു? അവർക്ക് വേറെ സ്കൂളിൽ പോയില്ലെങ്കിലും അവര് ഇതൊക്കെ ഇരുമ്പാണ്, ഇത് അജൈവമാണ്, ഇതൊക്കെ എടുത്ത് വീടിന്റെ പിന്നാമ്പുറത്ത് ഒതുക്കി വെച്ചില്ലേ? അല്ലെ പറമ്പിന്റെ ഒരു മൂലയിൽ ഒതുക്കി വെച്ചില്ലേ? അക്കാലത്ത് വേർതിരിച്ചു വെക്കൽ 1. നമ്മുടെ ഹരിത കർമ്മസേന ചേച്ചിമാര് പറയുന്ന സെഗ്രിഗേഷൻ നമ്പർ 1 ആര് പഠിപ്പിച്ചെന്നു? ആര് പഠിപ്പിച്ചു? പൂർവീകർ പഠിപ്പിച്ചെന്നു. സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. പിന്നീട് നമ്മുടെ പൂർവീകർ കാലത്ത് വന്ന രണ്ടാമത്തെ അജൈവം എന്താണെന്നറിയോ? ചില്ല് കണ്ടുപിടിച്ചപ്പോ വിളക്കിന്റെ കുഴലായിട്ടാണ് അത് മുന്നിൽ വരുന്നത്. കാറ്റ് തട്ടി വിളക്ക് കെട്ടുപോകരുത്. ചില്ല് വീണ് പൊട്ടിപ്പോയി. ഒരു മല്ലെന്ന് വിളിച്ചോ? പൊട്ടിയ ചില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ പൊട്ടിയ ചില്ലും പൊട്ടാത്ത ചില്ലും ഒക്കെ ജൈവോ അജൈവോ? അജൈവോ. അപ്പൊ അവരെന്ത് ചെയ്തു? ഇത് മണ്ണിലേക്ക് ഇട്ട ആരെ കാലം വയ്യ മറിയില്ലേ? മണ്ണിലേക്കാത്ത വസ്തുവല്ലേ? അജൈവമല്ലേ? അപ്പൊ ഈ ചില്ലുകളും പൊട്ടിയതും പൊട്ടാത്തതും ഒക്കെ എടുത്ത് ഇരുമ്പ് തകിടും വെച്ചുമായിട്ട് തന്നെ മറ്റൊരു ഭാഗത്ത് വീടിന്റെ പിന്നാമ്പുറത്തായാലും വേണ്ടില്ല, പറമ്പിന്റെ ഒരു മൂലയിലായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മാവോ ഗ്രാവോ പനിയൊക്കെ ഉണ്ട് അതിന്റെ തോട്ടിലായാലും വേണ്ടില്ല, ഒതുക്കി വെച്ചില്ലേ? വേർതിരിച്ചു വെക്കൽ 2. ഹരിത കർമ്മസേന ചേച്ചിമാര് പറയുന്ന സെഗ്രിഗേഷൻ നമ്പർ 2 ആര് പഠിപ്പിച്ചെന്നോ? പൂർവീകർ. പിന്നീടോ മണ്ണിൽ ലയിക്കാത്ത സാധനം എവിടെ കൊണ്ടുപോയി ലയിപ്പിക്കണം? വ്യവസായശാലകൾ വേണം. ഇൻഡസ്ട്രി രൂപപ്പെട്ടു. സ്റ്റീൽ കോംപ്ലക്സ് കോഴിക്കോടുണ്ട്, ചെറുവണ്ണൂര്. ആക്രിക്കാർ പക്കി കൊണ്ടുണ്ട് ഇരുമ്പ് തകിടൊക്കെ ഇല്ലേ? ഈ സാധനങ്ങളൊക്കെ സ്റ്റീൽ കോംപ്ലക്സിലേക്കാണ് പോണേ. അവിടുത്തെ ഫർണസിലിട്ട് അത് ഉരുക്കും. ഇരുമ്പ് ഉരുക്കുമ്പോൾ ചുവന്ന വെള്ളമാണ് വരിക. അത് പിന്നീട് മോൾഡ് ചെയ്തിട്ടാണ് പുതിയ പൈപ്പുകള്, കമ്പികള് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇരുമ്പ് ജൈവമല്ല, അജൈവമാണ്. മണ്ണിലേക്കില്ല. ലയിപ്പിക്കാൻ വ്യവസായശാല വേണം. എവിടെയുണ്ട്? ചെറുവണ്ണൂര്, കോഴിക്കോടുണ്ട്. പിന്നീടോ ചില്ല് എവിടേക്കാ പോണേ? ഹൈദരാബാദിലേക്ക്. കേരളത്തിൽ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ കുപ്പി പച്ച, ചുവപ്പ്, നീലൊക്കെ അതിന് പല കളറായിട്ട് തരംതിരിക്കും. അങ്ങനെ തരംതിരിച്ചിട്ട് ചുറ്റി വെച്ച് അടിച്ചു പൊട്ടിക്കും. അപ്പൊ 1/2 ഇഞ്ച് കല്ല്, 1 ഇഞ്ച് മെറ്റൽ എന്നൊക്കെ പറയില്ലേ? അതുപോലെ 1 ഇഞ്ച് വെള്ളച്ചില്ലിന് എത്ര പൈസ, 1/2 ഇഞ്ച് പച്ചച്ചില്ലിന് എത്ര പൈസ. അങ്ങനെ ഈ സാധനം ഹൈദരാബാദിലേക്കാണ് പോണത്. അവിടെ എത്തിയിരുന്നത് പൊടിച്ചിട്ട് അവിടുത്തെ ഫർണസിലിട്ട് ഉരുക്കിയിട്ടാണ് പേപ്പർ വെയിറ്റ്. ഓഫീസിലൊക്കെ കണ്ടില്ലേ മേശന്റെ മുകളിൽ ഗ്ലാസിന്റെ കട്ട പേപ്പർ വാങ്ങി പോകാൻ വെക്കുന്നത്. അങ്ങനെയുള്ള പേപ്പർ വെയിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഫ്ലവർ വേസുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഗ്ലാസ് ടോയ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ റീസൈക്ലിംഗ് അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ചില്ല് ജൈവമല്ല, അജൈവമാണ്. മണ്ണിലേക്കില്ല. ലയിപ്പിക്കാൻ വ്യവസായശാല വേണം. അവിടെ ഉണ്ട് ഹൈദരാബാദ്. കൊടുത്തയക്കാം. പിന്നീട് പൂർവീകരൊക്കെ മരിച്ചുപോയി. നമ്മളൊക്കെ വളർന്നു വന്നു. ബിസ്ക്കറ്റ്, മെഡിസിൻ, ബ്രെഡ്, മാവലിസ്റ്റൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഈ പാല് വാങ്ങുമ്പോൾ അവർക്ക് വേണ്ടെന്നും പറയണ്ട. കൊണ്ടുപോകാൻ എന്താക്കണം? ഉപ്പ്, മുളക്, ചെറുപയർ, മല്ലി എന്തായാലും വേണ്ടിയില്ല. പാക്കറ്റ് പൊട്ടിച്ചിട്ട് കുപ്പിയിലോ ഭരണിയിലോ ആക്കി വെക്കുന്നു. അതിനുശേഷം തട്ടിക്കാല. കഴുകേണ്ട ആവശ്യമില്ല. ആദ്യം മണ്ണിലിട്ടുകൊണ്ടാണ് കഴുകേണ്ടത്.
അത് മണ്ണിലിട്ടുകൊണ്ട് കഴിയുകയല്ലേ, ഇനി ഒന്ന് തട്ടിക്കാളാം. ഇതിന് ചെയ്യാം, ചാക്ക് വെച്ചില്ലേ, കിട്ടേക്കാം. പാലിന്റെ കവറ്, പാലെടുത്ത ശേഷം ഒരു ചെറിയ കത്രിക അടുക്കളയിൽ വാങ്ങിയേക്കാം. അതിന്റെ 3 ഭാഗം മുറിച്ച ഒരു പേപ്പർ പോലെ ആയില്ലേ. ഒന്ന് പച്ചവെള്ളത്തിൽ വെറുതെ കഴുകുക, സിംഗില്, ഇതിലൊരു കമ്പിയിൽ കൊളുത്തി വെക്കാം. നിങ്ങൾ കുളിച്ചും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഉണങ്ങിയിട്ടുണ്ടോ, വീട്ടിൽ ചാക്കിലില്ല. പാലെടുത്താൽ കൊണ്ട് എഴുതും വാസനിക്കും. ഇപ്പം ചോദിക്കുന്നുണ്ടല്ലോ, അതിന്റെ അവസര ചേച്ചിമാരെ ഇരിക്കുന്നുണ്ടോ, പിന്നെ കൈ ഒന്നിക്കില്ല. നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താ? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾക്ക് പ്ലാസ്റ്റിക് തരണം, പൈസയും തരണം അല്ലേ, ഇത് കഴുകി ഇസ്തിരി ഇട്ടരണം അല്ലേ, ഇത് നമ്മൾ നിരോധിച്ചാൽ പോലെ. ഈ ചോദ്യമല്ലേ ഇവർ കേൾക്കുന്നത്? അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാ. അവരിട്ട് ഇതാക്കല്ലേ ഇത്, മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ കഴുകി ഇസ്തിരി ഇട്ടരണ്ടെന്നറിയാം. എന്താണ്? ഒറ്റ തവണ കഴിക്കാൻ മതി. ഇത് നമ്മൾ ആദ്യം കഴുകിയിലിടും, പിന്നെയും വലിച്ചിട്ട് പിന്നെയും കഴുകിയിടും, 4-ാമത്തെ പണിയാണ്. അത് വേണ്ട. ഒറ്റ തവണ ക്ലീൻ ആക്കിയാൽ പിന്നെ അത് വേണ്ട. പിന്നെ ഇത് നിരോധിച്ചുകൂടെ? നിരോധിക്കാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കിന്റെ നേട്ടം എന്താണോ അതിൻ്റെ കോട്ടോ, എൻ്റെ കണ്ണട പ്ലാസ്റ്റിക്, അത് ഇരുമ്പാക്കണമെന്നാണ് എൻ്റെ മൂക്ക് താങ്ങില്ല. വണ്ടിയുടെ പാർട്സുകൾ പലതും പ്ലാസ്റ്റിക്, അത് ഇരുമ്പാക്കിയ മൈലേജ് കിട്ടില്ല. ഇപ്പം ജൂണിലല്ലേ സ്കൂൾ തുറക്കുന്നത്, കുട്ടികൾ +1 SSLCക്കും പോണത്. അവരുടെ പ്രധാനപ്പെട്ട സാധനം അവരുടെ സർട്ടിഫിക്കറ്റ് അല്ലേ. നല്ല മഴയുള്ള സമയമല്ലേ ജൂൺ. അപ്പോൾ അവർ പോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അവർ തുളിസഞ്ചിയിലാണ് കൊണ്ടുപോകണം. പേപ്പർ കവറിലിടുന്നത്, എന്തിനാടുന്നത്? പ്ലാസ്റ്റിക് 2 കവർ ഇടില്ലേ. ഇതിന് അവിടെ എത്തിയിട്ട് അഡ്മിഷൻ കഴിഞ്ഞാൽ 5 കുട്ടികൾ അഡ്മിഷൻ കഴിഞ്ഞാൽ ഇത് 1000 എണ്ണം അവിടെ വലിച്ചെറിയരുത്, അവിടെ പെട്ടിയിട്ടാണ് താമസത്തിനെടുത്തോ. ഇപ്പോൾ നമ്മൾ ചെയ്യുക വലിച്ചെറിയരുത്, വലിച്ചെറിച്ച് നമ്മൾ ഒഴിവാക്കാം. ഈ സംവിധാനം വീട്ടിൽ നിന്ന് പഠിച്ചാലും പുറത്തും പഠിച്ചു, മനസ്സിലായി? പിന്നെ ഗുണമുണ്ട്, ഗുണം തന്നെ എൻ്റെ തോന്നുന്നു. അത് കൈകാര്യം ചെയ്യാനാണ്. വീട്ടിൽ പത്രം വാങ്ങുന്നില്ലേ, ആഴ്ചപ്പുറപ്പ് വാങ്ങുന്നില്ലേ, ബാലമാസി വാങ്ങുന്നില്ലേ, വൈദ്യുതി വലിച്ചറിയുന്നത് 3 ആഴ്ച മടക്കി വെച്ചില്ലേ, 6 മാസത്തിലോ കൊല്ലത്തിലുണ്ടെങ്കിൽ വിൽക്കുന്നില്ലേ, പഞ്ചായത്ത് പഠിപ്പിച്ചെന്നാൽ. ഒരു സാരി വാങ്ങിയ പഴയ സാരി വലിച്ചെറിയുന്നുണ്ടോ, ഒരു ഷർട്ട് വാങ്ങിയ പഴയ ഷർട്ട് വലിച്ചെറിയുന്നുണ്ടോ? ആ സംസ്കാരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വലിച്ചെറിയ സംസ്കാരം ഒഴിവാക്കാം, എടുത്ത് വെക്കാം. അപ്പോൾ അതിൽ പ്ലാസ്റ്റിക് മാത്രമാണ് ഇതിലിട്ട് വെക്കേണ്ടത്. പിന്നെ ചെരുപ്പ് ബാഗ് തെർമോക്കോളില്ലേ, നിങ്ങൾ ആദ്യം 3 ആക്കി വെച്ചില്ലേ. പിന്നെ അടുത്ത കൊല്ലത്തേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള പ്ലാസ്റ്റിക് ഇങ്ങനെ വന്നോളൂ. ചെരുപ്പ് ബാഗ് തെർമോക്കോൾ ഇത്തിരി വരുള്ളൂ. 2-3 CF കേടാവുള്ളൂ ഒരു കൊല്ലത്തേക്ക്. ഇപ്പം LED ആയി, കേടാവില്ല. ഇനി 1-2 വാനിറ്റി ബാഗോ സ്കൂൾ ബാഗോ വരും. കൂടി വന്നാൽ 4 ജോഡി ചെരുപ്പുണ്ടാവും. വല്ല കമ്പ്യൂട്ടർ മിക്സിയൊക്കെ വീട്ടിൽ ഫാനൊക്കെ വാങ്ങി കുറച്ച് തെർമോക്കോളും വരും. ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ കൗണ്ട് കഴിഞ്ഞാൽ അതിതാ ഒന്ന് ചക്കാക്കി വെച്ചൂടെ, പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ ഇവർക്ക് എത്ര സുഖമായിട്ട് എടുക്കാം ഇല്ലേ? നല്ല വൃത്തിയുള്ള സാധനം ഇതാണ് ചെയ്യേണ്ടത്. 2016 പറയാൻ തുടങ്ങി 25 ആയില്ല. ഇവിടെ അത് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ എടുത്തു വെച്ചാൽ ഇതൊരു സംസ്കാരമാക്കി മാറ്റാം. ഇനി ഞങ്ങൾ 2006 ചെയ്ത് കാണിച്ചാലല്ലേ, അന്ന് ചാക്കില്ല. കണ്ടില്ല, ഒരു കമ്പിയിലാണ് കൊടുത്ത് വെക്കുക. എല്ലാ വീട്ടിലും കമ്പിയാണ് കൊടുത്തത്. 2006 കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് നിറവാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അവർ കുട്ടി കണ്ടില്ല, പാലിൻ്റെ കവർക്ക് കൊണ്ടുവന്ന്. എന്നിട്ട് അത് മാസത്തിൽ ഞങ്ങൾ ഇതൊരു പോയിന്റ് കൊണ്ടുവന്നിട്ട് സ്വീകരിക്കും. എന്നിട്ട് അർമ്മസാരൊക്കെ ഞങ്ങൾ തന്നെയാണ്. ആ കുട്ടി ഏതാണെന്നറിയാം, എൻ്റെ മോനാ 2ാം ക്ലാസ് പഠിക്കുന്നത് എൻ്റെ വീട്ടിൽ. അതാണ് പറഞ്ഞത്, ഇത് ആരും പഠിപ്പിക്കണം? ഇത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല സാർ. എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റാന്നുള്ളതാണ്. ഞങ്ങൾ കുറ്റം പറയല്ല. കാരണം എന്താ, ഞാൻ എൻ്റെ മകൻ 2ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ്റെ സ്കൂളിൽ പോയി ഞാൻ ക്ലാസ് എടുത്തു. അവൻ മുന്നിൽ ഇരിക്കുന്നു. അച്ഛന്മാരുടെ ക്ലാസ് എനിക്ക് മക്കളെ വെക്കുമല്ലോ. അന്നാണ് അവൻ്റെ 2ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ ക്ലാസ് വെക്കുന്നത്. എൻ്റെ വീട്ടിൽ എല്ലാ സംവിധാനമുണ്ട്, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ. പക്ഷേ എൻ്റെ ഒരു ശീലം മാറ്റാൻ എനിക്ക് നിൽക്കും കഴിഞ്ഞിട്ടില്ലേ. എന്താ, ഞാൻ ഫോണും പെന്നൊക്കെ വീട്ടിലെത്തിയാൽ എടുത്ത് വെക്കല്ലോ, മെഷർമെൻറ്റ്. ഫോണിൽ പെന്നൊക്കെ എടുത്തൊക്കെ ബസ്സിന് എടുത്തിട്ട് മെഷർമെൻറ്റ്. ഈ ക്ലാസ് കേട്ടാൽ നേരത്തെ വീട്ടിലെത്തി. ഞാൻ വന്നപ്പോൾ ഞാൻ ഇതേമാതിരി പെന്നും ഫോണും ബസ്സിന് ടിക്കറ്റ് എടുത്തു. അച്ഛാ ആ ടിക്കറ്റ് എടുക്ക്, കൊട്ട കൊണ്ടുപോയി അച്ഛൻ നാട്ടുകാരെ പഠിപ്പിക്കാൻ പോയപ്പോൾ വീട്ടിൽ ചെയ്യണം. പിന്നെ ഞാൻ വരുമ്പോൾ എനിക്ക് പിന്നാലെ മുമ്പിലാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ട് കാര്യമില്ലായിരുന്നാലും നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പോൾ നിങ്ങളിത് കഴിഞ്ഞിട്ട് പിന്നെയും പാലിൻ്റെ കവർ അങ്ങോട്ട് ഇടുമ്പോൾ മക്കൾ വരും, അമ്മ അങ്ങനെ ഇടല്ലേ, അങ്ങനെ എടുത്ത് കുട്ടികൾക്ക് അങ്ങനെ ഇട്ടില്ല, അമ്മ എങ്ങനെ എടുത്ത്. അതാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ. അതിന് നിങ്ങളും കൂടെ പഠിക്കണം. അപ്പോൾ ഇവനെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്താ, അവൻ ഇന്നിപ്പോൾ എഞ്ചിനീയറാണ്. അപ്പോൾ അവൻ വീട്ടിൽ ചെയ്തിട്ട് പണിയുണ്ടല്ലേ, വലിയ വെട്ടി ഉണ്ടാക്കിയല്ലേ ആ സ്ഥാനത്ത് കണ്ടില്ലേ. ആൾ വലുതാവും. അതാ കുട്ടികളെ പഠിപ്പിച്ചാൽ കുട്ടികൾ നമ്മളെ പഠിപ്പിക്കും. അല്ല, നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കുപ്പത്തൊട്ടിയാക്കും. ഇനി ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചു, പഠിപ്പിച്ചില്ല നിങ്ങൾ. ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കത്തിച്ചാലുള്ള ദോഷം പറഞ്ഞു, വലിച്ചെറിഞ്ഞാലുള്ള ദോഷം പറഞ്ഞു, പിന്നെ എങ്ങനെ സെക്യൂരിറ്റി ചെയ്ത് വെക്കണമെന്നും പറഞ്ഞു. പരമാവധി കൊണ്ടുവരരുത്, ഒഴിച്ചു കൂടാൻ പറ്റാത്ത കൊണ്ടുവന്നാൽ അപ്പം തന്നെ വൃത്തിയാക്കി വെക്കണം. ഇങ്ങനെ വെച്ചാൽ ഇത്രയും നിങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾ നിങ്ങളോട് ചോദിക്കും, അല്ല ടീച്ചറെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെയ്തതെല്ലാം മനസ്സിലായി, ഇത് ആരാ കൊണ്ടുപോവുക, അതിൻ്റെ എത്ര പറയാം, അതിന് എന്തുത്തരം പറയുന്നത്? ആ ഒറ്റത്തെ പറയും, കേട്ടെ പറ്റുള്ളൂ. അതിൻ്റെ കർമ്മസേന അല്ലേ, ഇങ്ങനെ 2 ആൾ വരുന്നില്ലേ വീട്ടിൽ, പൊട്ട് നോക്കി ഇട്ടിട്ട് വരുന്നില്ലേ. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവർ വെറുതെ കൊണ്ടുപോകുമോ? ഇതിന് പൈസ കൊടുക്കണം. എത്ര കൊടുക്കണം? 50 ഉറുപ്പില്ലേ. അപ്പോഴും നമ്മുടെ നാട്ടിൽ 40% ആളുകൾ തൊട്ടി സ്വഭാവമുള്ളവരാണ്. അവരോട് ചോദിച്ചു, ഇവിടെ 40 എത്രയാണെന്ന് എനിക്കറിയാം. മക്കൾ പറയും, നിങ്ങൾ പറയും.
50 ഉറുപ്പിക ഞാൻ കൊടുക്കാറ്. പഞ്ചായത്ത് വേണേൽ കൊടുത്തോട്ടെ, മെമ്പർ വേണേൽ കൊടുത്തോട്ടെ, അല്ലെങ്കിൽ 700 കിട്ടുന്ന വാങ്ങിച്ചോട്ടെ. ഇത് പറയുന്ന ആൾക്കാരല്ലേ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എൻ്റെ വീട്ടിൽ വരുന്ന 2 കർമ്മസേന മതി. ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ വരിക, ഞങ്ങൾ 60 രൂപ കൊടുക്കണം മാസം. നിങ്ങൾ പഞ്ചായത്തിൽ 50 മതി. അപ്പോൾ ഞാൻ 60 രൂപ ഇവർക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? മാസത്തിൽ ഒരാൾക്ക് എത്ര കിട്ടും? അങ്ങോട്ട് ഒറ്റത്തിൽ വരാത്ത നമ്മൾ വരട്ടെ, നിങ്ങൾ ഡയറക്ഷൻ സ്വസ്ഥം നോക്കാനാണ്. 30 കിട്ടൂലേ? മാസത്തിൽ ഒരു ചായൻ്റെ വടേൻ്റെ പൈസ അല്ലേ അവർക്ക് കൊടുക്കുന്നത്? അല്ലേ? മാസത്തിൽ ഒരു ചായയും വടയാണ് അവർക്ക് വാങ്ങിക്കൊടുക്കുന്നത്. അവർ ചെയ്യുന്ന ഒരു സേവനം എന്താ? ഇതെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ കൂട്ടിയിട്ട് കത്തിച്ചല്ല. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മക്ക് മാരകമായ അസുഖങ്ങൾ, ക്യാൻസർ, ട്യൂമർ എല്ലാം കൂടി മരണം. എൻ്റെ വീട്ടിൽ മരണം നടന്നാൽ ഞാൻ അസ്വസ്ഥമായില്ലേ? എൻ്റെ കുടുംബം അസ്വസ്ഥമായില്ലേ? എൻ്റെ കുട്ടി എല്ലാ പരീക്ഷയ്ക്കും തോറ്റുപോകണം, ഞാൻ അതിനെക്കാട്ടും കുഴപ്പമായില്ലേ? എൻ്റെ കുട്ടിക്ക് ജനിച്ചിട്ട് കുട്ടി ഉണ്ടാകുന്നില്ല, അതിനെക്കാട്ടും കുഴപ്പമായില്ലേ? ജനിച്ച കുട്ടി വികലമാകുന്നു, കുടുംബം മൊത്തം അസ്വസ്ഥമായില്ലേ? ഇത് ഇല്ലാതാക്കാൻ വരുന്ന ഭൂമിയുടെ മാലാകമാരാണ് ആര്? ആ ഗ്രീൻ സിലോട്ട് കൊടുക്കുക അവർക്ക്. അല്ലാതെ പെഷ്ടികൾ ദണ്ഡികളെന്ന് പറഞ്ഞ് കളിയാക്കല്ലേ. ഗ്രീൻ ടെക്നീഷ്യന്മാരാണ് അവർ. ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച വർത്താനല്ല നമ്മൾ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ വീട്ടിൽ വരുമ്പോൾ അവർ സിലോട്ട് കൊടുത്ത് സ്വീകരിച്ചിട്ട് ഇതാക്കണം, വേണേൽ ചായയും കൊടുക്കണം. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 50 രൂപ കൊടുക്കണം. അവർക്ക് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ഞാൻ കൊടുക്കുന്ന 60 രൂപ എൻ്റെ അച്ഛൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയായിരിക്കണം. അതിന് ദിവസം 2 രൂപ ഒരു വെട്ടിയിൽ ഇട്ടേക്കാം. വെട്ടിയാൽ പിന്നെ ഒന്നേരം എടുത്ത് വെച്ചിട്ട് 2 ഉപ്പ് ദിവസം ഇട്ടേക്കാം. ആർക്ക് വേണ്ടിയിട്ടിടണം? അച്ഛനും അമ്മക്ക് മക്കൾക്ക് വേണ്ടി. അപ്പോൾ മാസം അവർക്ക് 60 ഒരു പ്രശ്നമില്ല, തീർന്നില്ല. ഇത് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇത് ഇടാത്ത ആൾക്കാരെ വീണ്ടും പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ അച്ഛനും അമ്മക്ക് മക്കൾക്ക് വേണ്ടി 2 ഉപ്പ് മാറ്റി. മൂന്നാമതും പഠിപ്പിക്കണം. എന്നിട്ടും ചെയ്യാത്ത ആൾ രക്ഷ ഷൗട്ട് ചെയ്തോളാണ്. നിങ്ങൾ അച്ഛനല്ല അമ്മയാണ് ഇതാന്ന് നോക്കണം. സ്വന്തം മക്കൾക്ക് വേണ്ടി 2 ഉപ്പ് മാറ്റി വെക്കാൻ പറ്റാത്തവൻ അച്ഛനും അമ്മയാണോ? അതാണ് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്. രക്ഷ ദോഷം കൊണ്ടുപോയി ഒരു പ്രശ്നമില്ല, അത് വേണ്ട. 2 മൂന്നാമത്തേത്. അപ്പോൾ അവർ ശേഖരിക്കും. എല്ലാ മാസവും ഒരു പ്ലാസ്റ്റിക് ശേഖരിക്കും. കൊല്ലത്തിൽ 2 തവണ എടുത്താൽ മതി, ചിലപ്പം വേഗം അത്രയല്ലേ ഉണ്ടാവുള്ളൂ. കൊല്ലത്തിൽ 1 തവണ എടുത്താൽ മതി, ചില്ല അത്രയേ ഉണ്ടാവുള്ളൂ. പിന്നെ തുണി ഇലക്ട്രോണിക്സ് നമ്മൾ വലിച്ചെടുക്കുന്നതിൽ അകത്താണ് വെക്കുന്നത്, അത് ഒരു 15 ദിവസം എടുക്കാം. ഇങ്ങനെ നമ്മുടെ നാടായിട്ടില്ല, അതുകൊണ്ടാണ് ഇവരാകെ കുഴപ്പമാകുന്നത്. എല്ലാവരും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർക്കും ഈസിയായി ഇതിലേക്ക് എത്തിക്കാണ് വാൺസാൽ ചെയ്തത്. കേരളത്തിൽ ആദ്യമായിട്ട് ദേശോദരത്തി വാൺസാലാണ് ഈ രംഗത്തേക്ക് വന്നത്. രണ്ടാമത്തത് പിണറായി പാനുണ്ട ഗ്രാമത്തിലെ ഒരു വാൺസാൽ, അവർ 135 വീടായിട്ട് ഭവനാക്കി മാറ്റി. 3 നിങ്ങളാണ്. ഞാനത് കേരളത്തിലെ ഏറ്റവും താഴ്ത്തം വരെ പോകുന്നതാണ്. ഇതിലേക്കല്ല ഈ ഡോക്യുമെന്റ് ഇതിൽ എത്തിക്കാൻ കഴിയും. ബാക്കി കാര്യം പറയാം. അതിൽ തുടങ്ങിയത് അല്ല, കുറേ ക്ലാസ് കേട്ട് വടയിൽ നിന്ന് പോയതുകൊണ്ട് കാര്യം. ഇത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ 35 ആളും ഇവിടെ വന്ന ആളുകളുടെ വീട്ടിലെടുത്ത് ഇതിനൊരു വാർഡിലേക്ക് 2 മെമ്പർമാരോട് ഉണ്ട്. നിങ്ങൾ 2 ആൾ ഏറ്റെടുക്കണം. 2 വാർഡിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് എത്തണം. ഇത് നിങ്ങളെ പഞ്ചായത്തിലേക്ക് എടുക്കണം. ആ പഞ്ചായത്തിന് അഡ്വൈസറി ബോർഡായിട്ടുള്ള വാൻസാല മാറണം. ഈ പഞ്ചായത്തിന് മറ്റു പഞ്ചായത്തിലേക്ക് പോയി ഈ ബ്ലോക്കിലെ മുഴുവൻ പഞ്ചായത്തിലേക്ക് അത് കയറണം. ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ വാൻസാല ഒരു സാംസ്കാരിക അടയാളമാണെന്ന് ഇതാണ്. അല്ലാതെ അവിടെ കുറേ എത്ര പുസ്തകമുണ്ട് നല്ല കണക്ക്. പുസ്തകം ഉണ്ടായിട്ട് കാര്യമില്ല, അത് വായിച്ചിട്ട് എന്താ ചെയ്തോന്നുള്ളതാണ്. ഇനി ഇവരെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ശേഖരിക്കാൻ തുടങ്ങിയല്ലോ, പൈസ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, കൊടുക്കല്ലോ. 2 ഉപ്പ് മാറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക നിങ്ങൾക്ക് അറിയാം. അവിടെ അറിയണം, അവിടെയാണ് പഠിക്കില്ല. അതാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. നമുക്ക് എല്ലാം പഠിക്കണം. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നത് മിനി MCF-ലേക്കാണ്. നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടോ പോകണം മിനി MCF ആയിട്ടുണ്ടോ? ഇല്ല ഇല്ല, പൂർണ്ണമായിട്ടുണ്ടാവില്ല. ഒരു മിനി MCF ഉണ്ടോ ടീച്ചറെ? മിനി MCF നായ്ക്കൂട് പോലത്തെ വാഹനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതല്ല മിനി MCF. ഈ സ്റ്റേജിൻ്റെ വലുപ്പത്തിലുള്ള അത് കണ്ടില്ല, ഇതൊരു മിനി MCF. ഇവിടുത്തെ IIM-ൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. നമ്മൾ തൊട്ടടുത്തുള്ള 3-ാമത്തെ IIM-ല്ല. ഓരോ അംഗനവാടിയുടെ വലുപ്പം വേണം. അരച്ച മതി നെറ്റ് അടിച്ച് വെക്കാം. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് കാണും. അതാ കണ്ടില്ലേ, അവിടെ ഒരു ടേബിളൊക്കെ ഉണ്ടാവും. 2 കർമ്മസേനക്കാരുണ്ടല്ലേ അതിനകത്ത്, പ്രസന്നി ദിവ്യായിട്ടും. അപ്പോൾ ഇവർ നല്ല നമ്മൾ വൃത്തിയാക്കി വെച്ചാൽ ഒരു നല്ല സാധനമല്ലേ കൊണ്ടുവരും. നമ്മൾ വൃത്തിയാക്കി കൊടുത്തിട്ട് ഒരു കുറ്റം വേണ്ട കാര്യമില്ല. നമ്മൾ വൃത്തിയാക്കി വെക്കുമ്പോൾ ഒരു നല്ലത് കൊണ്ടുവരുന്നു. അവിടെ വെച്ചിട്ട് ആ ടേബിളിന് മുകളിൽ ചോദിച്ചു ഇത് തിരിയുന്നു. ഇത് 14 ആക്കി തിരിയാൻ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? HD, LD, PP എന്നൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ? ആ രീതിയിൽ അവർ തരുന്നു. അതിനൊരു ഉദാഹരണമാണ് നമ്മളൊരു ബോൾ പെന്നില്ല. ഈ ബോൾ പെന്ന് നിറഞ്ഞ സാധനം അതിന് ടോപ്പും ബോഡി ഉണ്ടല്ലോ, അത് കട്ടിയുള്ള പ്ലാസ്റ്റിക്, അതിനാണ് ഹൈ ഡെൻസിറ്റി പോളിമർ എന്ന് പറയുന്നത്, HD പ്ലാസ്റ്റിക്. അതിനുള്ളിലെ റീഫില്ലർ PVC ആണ്. അതിൻ്റെ നിബുണ്ടല്ലോ, അത് നമുക്ക് പിക്ചർ ആയിരിക്കാം, അല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. അതിനകത്ത് ആക്കി മാറ്റി ഒരു വെള്ളത്തിൻ്റെ കുപ്പി, അത് വൈറ്റ് പ്ലാസ്റ്റിക് അതിൻ്റെ ബോഡി, അതിന് കളർ പ്ലാസ്റ്റിക് ആണ്, HD ആണ് അതിൻ്റെ ക്യാപ്പ്, അതിൻ്റെ സ്റ്റിക്കർ വേറെയാണ്. അത്ര ഐറ്റമാക്കി മാറ്റി. അപ്പോൾ അതിനൊക്കെ ഓരോന്നിനും വിലയാണ്. അപ്പോൾ ഒരു മിനി MCF എന്ന് പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ആക്രിക്കടയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം കൂടെ എടുത്ത് കൊണ്ടുമ്പോൾ കൊണ്ടുവെക്കും, നാട്ടുകാരെല്ലാം കൂടെ ചീത്ത ഇത് അവിടെ കിടക്കില്ല, എന്നോട് ആരും ഇവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞ് ആ കടിച്ച് ഏരിയയിൽ കൊച്ചു കടിച്ച് ഏരിയയിൽ വെച്ചിട്ട് ഇവരും കർമ്മസേന നാട്ടുകാർ തമ്മിൽ ഷണ്ട. അത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായി കൊടുത്താൽ അതിനകത്ത് ഉണ്ടാക്കണം. ഈ പഞ്ചായത്തിൽ എത്ര ആക്രിക്കടയുണ്ട് അതിനകത്ത് സമരം ചെയ്യണം. അപ്പോൾ ഒരു 5 സ്റ്റാർ ആക്രിക്കടയായിരിക്കണം മിനി MCF.
അതിൽ കൊണ്ടുവെക്കാൻ പാടില്ല, അവിടെ തരുന്നുണ്ടല്ലേ. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന ആളുകൾ വൈസ് ചാൻസലർമാരാണ് അത് നോക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും നല്ലതെന്നുള്ളതിൻ്റെ അവാർഡ് അവർക്ക് കിട്ടി. ഇനി ഈ മിനി MCF പ്രൈമറി സെഗ്രിഗേഷൻ കഴിഞ്ഞാൽ പിന്നെ അത് എവിടേക്ക് കൊണ്ടുപോകണം? പ്രൈമറി MCF എല്ലാ വാർഡിലും വേണം. അതിനുശേഷം പഞ്ചായത്തിൽ 1 മതി MCF. പഞ്ചായത്തിൽ 1 മതി. അതിന് 25 മീറ്റർ നീളം, 10 മീറ്റർ വീതി, ഒരു 4 മീറ്റർ ഉയരം വേണം. കണ്ടില്ലേ? അതിനുള്ളിൽ കാണും നിങ്ങൾക്ക്. എന്നിട്ട് MCF ഉണ്ട് നിങ്ങൾക്ക്. അതിനുള്ളിൽ കാണിച്ചതാ കണ്ടോ? ഇത് കോട്ടയത്തെ കണ്ടായിക്കോട്ടെ കണ്ടോ? ഓരോ വീട്ടിൽ നിന്ന് വരുന്നതിന് കണക്കെടുക്കുന്ന കണ്ടില്ലേ? ഓരോ വാർഡിൽ നിന്ന് വരുന്നതിന് കാണില്ലേ? കൃത്യമായിട്ട് രജിസ്റ്റർ വെച്ചിട്ട് എടുക്കുന്നത്. അവിടെ എത്ര ബോട്ടിൽ വന്നു, എത്ര മറ്റേ കവർ വന്നു, എത്ര ബേക്കറി കവറുകൾ വന്നു, കൃത്യമായിരുന്നു. കർമ്മസേനം കണ്ടില്ലേ? ഉണ്ടോ? ഇനി മാലിന്യം എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ വില പിടിച്ച സാധനമായി മാറി ഓരോ കൂട്ടിലേക്ക്. അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ വായ വിൽക്കാതെ കിടക്കാൻ തോന്നുന്നില്ലേ? അവിടെ മാലിന്യം പറഞ്ഞ സാധനം ഉണ്ടോ? ഇതായിരിക്കണം പഞ്ചായത്തിന് MCF. നമ്മൾ 2016 തുടങ്ങി, 25 എത്തിയില്ലേ? ഏതെങ്കിലും ഒരു പഞ്ചായത്തിലുണ്ടോ അങ്ങനെ? അതിലേക്കാണ് എത്തിക്കേണ്ടത്. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതിനാണ് വാൻസാർ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ അഡ്വൈസറാണ് പഞ്ചായത്തിൻ്റെ, ഇങ്ങനെ ചെയ്യാൻ പറയണം. കണ്ടോ? അതിനുള്ളിൽ കർമ്മസേനക്കാരനുണ്ട്, യൂണിഫോം കണ്ടില്ല. ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ എടുത്താ, ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താ. അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ പോയി, ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ പണി ഒഴിവാക്കാം. ഞാൻ ചിന്തി ഞങ്ങൾക്ക് ഒന്ന് ഞങ്ങളുടെ മാലിന്യ തൊഴിലാളിനെ അറിയിക്കണം. അമ്മ വരെ മാലിന്യ തൊഴിലാളി അവിടെ കുട്ടികളെ കല്യാണം നടത്തുന്നു, ഒരു രീതിയിൽ മോശമാക്കുന്നില്ല. 2 പറഞ്ഞ സാറേ ഞങ്ങളിപ്പോൾ ബസ് കയറ്റുന്നില്ല. ഞങ്ങൾക്ക് 13 ഒക്കെ ബസ്സിൽ മെഡിക്കൽ കോളേജ് ബസ് കയറിയാൽ MCFിലേക്ക് പോവാം. പക്ഷേ ഞങ്ങൾക്ക് ബസ് കയറ്റാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകണം, 250 ബുക്ക് കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ പണി അവസാനിപ്പിക്കുക. അപ്പോൾ ഞാൻ പോയിട്ട് ആദ്യം ബസ് തടഞ്ഞു, എന്താ അവരെ കയറ്റാത്ത വെച്ചു. അപ്പോൾ കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ കയറ്റുന്നുണ്ട്, കയറ്റാത്ത പ്രശ്നമില്ല. പക്ഷെ ഇവർ കയറുമ്പോൾ മറ്റൊരു ആൾക്കാരെ ഇറങ്ങിക്കാണും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവർക്ക് അന്നൊരു കരിമ്പച്ച കുപ്പായാണ്. അത് ആരോഗ്യ ജോഡിയുള്ളൂ, അതിൽ നമ്മൾ മുഷിഞ്ഞിരിക്കുന്നത്, ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കും അത് ബോധ്യപ്പെട്ടു. ആ സാറിന് എടുത്തല്ല കുഴപ്പമൊന്നും, ശരി ആയിക്കോട്ടെ, അത് ഞാൻ മാറ്റിത്തരാം. എന്നേരം എന്ത് ചെയ്തു? ഇവർക്ക് യൂണിഫോം മാറ്റി, ഉണ്ടോ? 3 ജോഡിയാക്കി. ഇവർ പേര് മാറ്റി. അപ്പോൾ എൻ്റെ കർമ്മസേന എന്നുള്ള പേര് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ അതും മാറ്റി. ഇപ്പോൾ ഗ്രീൻ ടെക്നീഷ്യനാണ്. അപ്പം നെയിം പ്ലേറ്റ് വെച്ചിട്ടാണ് തുടങ്ങി. പോലീസുകാരെ കൊടുക്കുന്നുണ്ടില്ലേ, ബിന്ദു ഗ്രീൻ ടെക്നീഷ്യൻ, ആ രീതിയിലേക്ക് ആക്കി സാധനം. ക്യാൻവാസ് ഒക്കെ ഉണ്ട്, അതിനകത്തായതുകൊണ്ടാണ് ഇടാത്തേ. അപ്പോൾ ഇപ്പോൾ എന്തായി? ഇവർക്ക് ബസ്സിൽ ആദ്യം കയറണം. ഈ ബസ്സിലാണ് നേഴ്സുമാർ ഡോക്ടർമാർ കയറുന്നത്. ഈ ബസ്സിലാണ് CT സ്കാനർ ടെക്നീഷ്യൻ, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, ഇവരൊക്കെ എക്സ്റേ ടെക്നീഷ്യനൊക്കെ കയറുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മളെ ഗ്രീൻ ടെക്നീഷ്യൻ കയറിപ്പോഴും വേഷം മാറി പ്രത്യേകം കയറി നിങ്ങളിരിക്കാൻ വേണ്ടി സംഗതി മാറ്റം വരും. ഈ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്. ഇതിനാണ് സാംസ്കാരിക അടയാളം പറഞ്ഞ പഞ്ചായത്ത് അഡ്വൈസ് കൊടുക്കേണ്ടത്. സാർ ഇതേ അവസ്ഥ തന്നെയാണ് കുട്ടനാട് ഞാൻ പോയപ്പോഴും കണ്ടത്. അവിടെ കള്ള് ഷാപ്പുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുട്ടനാട് മുട്ടിന് കള്ള് ഷാപ്പുണ്ട്. നല്ല മീൻകറി, ഇത് ഞണ്ട്, കരിമീൻ, താറാവ് മുട്ട, ഷാപ്പ് കറി ഉണ്ടാവും. നമുക്കൊക്കെ പോയിട്ട് കഴിക്കാം, ടൂറിസ്റ്റുകൾ വരുന്നത് കഴിക്കേണ്ടത് നല്ല ഫുഡാണ്. പക്ഷേ കള്ളും കിട്ടും. ആണുങ്ങൾ പണി കളി എത്ര കള്ള് കുടിക്കേണ്ടവരും കുടിക്കാം, അല്ലാത്തവരും ഭക്ഷണം കഴിച്ച് പോരാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് നല്ല പൈസയൊക്കെയാണല്ലോ, വരുമാനമൊക്കെ കൂടുതലുണ്ടല്ലോ. ശരിയൊക്കെയാണ് മോനെ, വരുമാനമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പണി നിർത്തുക. എൻ്റെ അമ്മയ്ക്ക് നമ്മുടെ ഷാപ്പിലെ പെണ്ണുങ്ങളെന്നാണ് പറയുന്നത്. ഷാപ്പിലെ പെണ്ണുങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളെ കല്യാണം നടക്കുന്നില്ല. നമ്മൾ പരിഷ്കൃത സമൂഹം അല്ലാന്നാണ് പറയുന്നത്. ഓ അതാണ് പ്രശ്നം. സാർ വിമാനമില്ലേ, വിമാനത്തിൽ കള്ളല്ല ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ലേശം വീര്യം കൂടിയ സാധനം അല്ലേ, മദ്യം. ആ ഒഴിച്ചു കൊടുക്കുന്ന ആളെ പേരെന്താണെന്ന് അറിയുന്നത്? ഒന്ന് പറയും, ഒറ്റത്ത് പറയും. എയർ ഹോസ്റ്റസ് ഒന്ന് കെട്ടാൻ വിചാരിച്ചാൽ കിട്ടൂല്ല. കണ്ടില്ല, ഒരു പേരിൻ്റെ മുകളിൽ മാറ്റം വന്നത്. ഇത്തരത്തിലുള്ള പേരുകൾ കണ്ടുപിടിക്കേണ്ട പരിപാടിയാണ് നമ്മുടെ ലൈബ്രറിക്ക്. മനസ്സിലായത്? ഒറ്റ പേരിൻ്റെ മുകളിൽ മാറ്റം കിട്ടി, അതവിടെ ഗ്രീൻ ടെക്നീഷ്യനാക്കി. ഇത് നമ്മളാണ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. നമ്മുടെ പ്രദേശത്ത് നിന്ന് വരുന്ന സാധനം നിങ്ങൾ ചാത്തമംഗലത്ത് പോയി അവിടെ ലൈബ്രറിയിൽ പോയി കണ്ടുപിടിക്കും. അവർ ചെയ്യുന്ന പരിഷ്കാരങ്ങൾ കണ്ടുപിടിക്കും. ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇനി പാചകം പഠിച്ചിട്ടോ കഴിഞ്ഞു. ഇനി ജൈവത്തിലേക്കാണ് കിടക്കുന്നത്. ഏതൊരു വീട്ടം ഏറ്റവും അവസാനമാണോ അങ്ങനെ എല്ലാ മക്കൾക്കും ഭക്ഷണം കൊടുത്ത്, ഭർത്താവിനും ഭക്ഷണം കൊടുത്ത്, അവസാന പാത്രത്തിലെ ഭക്ഷണം കഴിച്ച് രാത്രി ആ പ്ലേറ്റ് കഴിയുമ്പോൾ അതിൽ 4 മണി ഒറ്റ പുറത്തേക്ക് ഇട്ടിട്ടല്ലേ കഴി വെക്കാൻ. അത് നിന്നാണല്ലേ വീട്ടിൽ അരി വരുന്നത്. രാത്രി പുറത്ത് വന്നൊരു പേടിയല്ലേ. ആ ഇരി അവിടെ കൂടിയിട്ട് പെരിച്ചായിയാവും. അവിടെ മുഴുവൻ എല്ലുമൂത്രമായി. നിങ്ങൾ ചെരുപ്പില്ലാതെ അവിടെ ചവിട്ടി, നിങ്ങളുടെ കാലിലെ ബാക്ടീരിയ വൈറസ് കയറി, നിങ്ങളെ കാലം അകത്ത് കുത്തി, അതിൽ നിങ്ങളെ കുട്ടി കൈ കുത്തി, ആ കുട്ടിയെ കൈ വായിൽ വെച്ച് ഈ ബാക്ടീരിയ വൈറസ് ഉള്ളിലെത്തിയില്ലേ, മരണം. എലിപ്പനി കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം മെഡിക്കൽ കോളേജിൽ 63 പേരെ എലിപ്പനി പിടിച്ച് മരിച്ചത്. നിങ്ങൾ വെച്ചെടുക്കുന്ന 4 മണി വറ്റാണ് നിങ്ങളെ വീട്ടിലേക്ക് കാലിനെ കൊണ്ടുപോകാൻ. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ബക്കറ്റ് മൂടിയില്ല, പെയിൻറ്റിനൊക്കെ മതി, മൂടിയുള്ള ഒരു ബക്കറ്റ് മതി. അല്ലെങ്കിൽ പെയിൻറ്റിന് മൂടി വേണം. അത് അടുക്കളയിലെ വക്കേരിയിലെ വെക്കുക.
1 മണി ഒറ്റ പോലും ഇന്ന് മുതൽ വലിച്ചെറിയില്ല എന്ന് ഉറപ്പാക്കാം. ഇതിലിട്ട് വേസ്റ്റും ബ്ലോക്ക് ആവില്ല, കൈ തട്ടിയിട്ട് വേണം കഴുകാൻ പോകും. കുട്ടികളെ പഠിപ്പിക്കുക. ഇറച്ചി മുറിച്ചത്, മീൻ മുറിച്ചത്, പച്ചക്കറി ഇതൊക്കെ ഇട്ടിട്ടേക്കുക, അടച്ചു വെക്കണം. 1 മണി ഒറ്റ പോലെ നിങ്ങളുടെ വീടിൻ്റെ പറമ്പിലേക്ക് വരുന്നില്ല വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കെലിയോ വെച്ചായോ തെരുവുനായ്ക്കൾ വരില്ല. അത് കിട്ടുന്നതിലേക്ക് പോയിക്കോളും. ഇപ്പോൾ ഇതിനകത്ത് അടച്ചുറപ്പുള്ളൊരു റൂമാണിച്ചോളും. ഇതിനകത്ത് 10 നായിനെ പിടിച്ചിട്ടു, അല്ലെങ്കിൽ 10-20 എലിനെ പിടിച്ചിട്ടു. എവിടെയെങ്കിലും തുള കണ്ടിട്ടൊക്കെ ഒക്കെ ചാടി പുറത്തേക്ക് പോലെ. ഇതിനകത്ത് കുറച്ച് മീനും ചോക്ക് വെച്ച് നോക്കി ഇതൊക്കെ കൊണ്ട് വരും ചെയ്യും. ഇല്ലേ? അത് തിന്നാൻ കിട്ടുന്നതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒന്നും കിട്ടുന്നില്ല വെച്ചാൽ അതാ കിട്ടുന്ന വീട്ടിലേക്ക് പോകും. നിങ്ങളുടെ വാർഡിൽ എല്ലാ വീട്ടുകാരും ഇങ്ങനെ ചെയ്താൽ അതൊക്കെ അടുത്ത വാർഡിലേക്ക് പോയിക്കോളും. നിങ്ങളുടെ പഞ്ചായത്തിൽ എല്ലാവരും ചെയ്താൽ അതൊക്കെ അടുത്ത പഞ്ചായത്തിലേക്കും പോയിക്കോളും. അപ്പോൾ നായി അടിച്ചിട്ട് ആളെ കൊല്ലാൻ തുടങ്ങിയില്ലേ? കണ്ണൂർ പടുത്ത് അല്ലേ? എന്നിട്ടോ നമ്മളെന്താ പറയുന്നത്? നായിനെ കൊന്നുകൂടെ? നായിനെ കൊന്നാൽ രക്ഷപ്പെടും. ഏതൊരു വിദ്യാഭ്യാസം സുപ്രീം കോടതി പോയിട്ടുണ്ട്, ഒരു ഓർഡർ കിട്ടുമെന്ന് പറയാം നായിനെ കൊല്ലാതെ. ഈ സുപ്രീം കോടതി ഒരു ഓർഡർ കൊടുത്തെന്ന് കേട്ടോ, നായിനൊക്കെ കൊണ്ട് കൊന്നാളി നടന്നിട്ട് രക്ഷപ്പെടും. നായിനെ മുഴുവൻ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് വേസ്റ്റ് പിന്നെ പുറത്ത് നാട്ടിലൊക്കെ വലിച്ചെടുത്തിട്ടില്ലേ? അവിടേക്ക് നായി പോയി കഴിഞ്ഞാൽ പിന്നെ വരിക എലി വെച്ചാൽ ഇനി അതിനെ മുഴുവൻ കൊല്ലാനുള്ള ഒരു ഓർഡർ കൊടുത്തു. അതിനെ മുഴുവൻ കൊന്നു. പിന്നെ വരിക ബാക്ടീരിയ വൈറസാണ്. ഒരു കോഡ് വന്നിട്ട് ഇപ്പോഴും അതിൻ്റെ ദുരന്തം മാറിയിട്ടില്ല. അപ്പോൾ ആദ്യം ഇതില്ലാതെ ആക്കയില്ല, അല്ല അതിനെ കൊല്ലാൻ പോകല്ലേ. മനസ്സിലായോ? അപ്പോൾ എലീൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ഞാൻ എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാം. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ തട്ടുമ്പോക്കല്ലേ ചെയ്തോ? തട്ടുമ്പോക്കം മുഴുവൻ എലി ചെയ്തോ? ആർക്കും എലിപ്പനി വന്നിനെയോ? ഇല്ലല്ലോ. ഇപ്പം എന്താ വരുന്നത്? എലി പെരുകുമ്പോൾ അതേ ഒരു പരിസ്ഥിതിൻ്റെ സന്തുലനം ഉണ്ട് ഇവിടെ. എലി പെരുകുമ്പോൾ അതിനെ പിടിക്കാൻ നാട്ടിൽ പറമ്പിൽ ചേരയും പാമ്പും ഉണ്ടായിരുന്നു. രാത്രി മൂപ്പര് ശരിയാക്കി കളവിനെ. ചേരയും പാമ്പും പെരുകുമ്പോൾ അതിനെ പിടിക്കാൻ കീരി ഉണ്ടായിരുന്നു. കീരി പെരുകുമ്പോൾ അതിനെ പിടിക്കാൻ ചെമ്പോത്തുണ്ടായിരുന്നു. ഒന്നിനെയും കൂടുതലായി വളരാൻ പ്രകൃതി അനുവദിച്ചിട്ടില്ല. എല്ലാ കുറ്റിക്കാടും വെട്ടി വെടുപ്പാക്കി, എല്ലാ സ്ഥലത്തും വീടും കെട്ടിടങ്ങളും വെച്ച് ചേരയും പാമ്പും കീരിയും ചെമ്പോത്തും എല്ലാം പോയി. നമ്മളെ ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടാക്കി പുറത്തേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. എലി വെച്ചായിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ പന്നി ശല്യം ഉണ്ടോ അവിടെ? എങ്ങനെ വന്നു? പണ്ട് പന്നി ഉണ്ടായിരുന്നു. സാർ പന്നി ഇല്ല പണ്ട് വെച്ചാൽ വയലിൽ നമിച്ചുണ്ടായില്ലേ? അല്ല അതിനാലല്ലേ പറയാം നിങ്ങൾ ഞെണ്ടി നമിച്ച് എന്നൊക്കെ പറയുന്നത്. ഈ സാധനം തിന്നാൽ ആ കുറുക്കം വരാം. അത് ഷെല്ലാണ്. ആ സാധനം തിന്നും കാലത്ത് കുറുക്കം മലയുടെ മുകളിലേക്ക് ഓടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് 2-3 ഓരിയിട്ട് കാര്യം നമ്മൾ വിസർജിക്കും. ആ വിസർജിച്ച കാൽസ്യമാണ് മഴ പെയ്തിട്ട് ഇങ്ങനെ പറമ്പിനെ ഫലഭൂഷ്ടമാക്കുന്നത്. അവിടെയാണ് ഒഴുക്ക് വരുന്നത്. അങ്ങനെ ആക്കുന്നത്. ഇവിടെ നിങ്ങൾ കീടനാശിനി കളിച്ചില്ലേ വയലിൽ? ഞണ്ടും മറ്റേ മീനൊക്കെ ചത്തുപോയില്ലേ? തിന്ന് കൊക്കനും ചത്തില്ലേ? പന്നി അവിടെ പെരുകാൻ തുടങ്ങി. പണ്ടും പന്നി ഉണ്ടായിരുന്നു. പന്നി ഒരു പ്രസവത്തിൽ 10-12 മക്കളെ പ്രസവിച്ചാൽ 1 ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ 2 ജീവിക്കുള്ളൂ. ബാക്കി മുഴുവൻ കൊക്കാൻ സാപ്പിട്ടാളും. ഇപ്പോൾ കൊക്കല്ല, പന്നി പെരുകാൻ തുടങ്ങി. കണ്ടില്ലേ? ബാലൻസ് തെറ്റി. ഇതൊക്കെയാണ് നമ്മൾ കൈകൊണ്ടു പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കാര്യങ്ങൾ. അത് പോട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പം ഭക്ഷണാവശിഷ്ടം എന്ത് ചെയ്യണം? ഒരു ബക്കറ്റിലാക്കി ഒരു സാധനം പുറത്തേക്ക് കളയണം, അടച്ചു വെക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ ശേഷം ബയോഗ്യാസിൻ്റെ കുറ്റാൻ ബയോഗ്യാസിലിടുക. അല്ലെങ്കിൽ അത് വെച്ചിട്ട് പാചകം ചെയ്യാം. അല്ലെങ്കിൽ 200 ഗ്രാം കുറവാണ് പൈപ്പ് കമ്പോസ്റ്റ് ഇട്ടാൽ മതി. 200 ഗ്രാം കുറവാക്കിയിട്ടുണ്ടാകും. ഈ റിട്ടയർഡ് ആയിട്ടുള്ള ഭാര്യയും ഭർത്താവും ഒക്കെ വീട്ടിലുണ്ടാവും. മക്കളൊക്കെ പുറത്തേക്കും പഠിക്കേണ്ടതാണ്. ഒരു പ്രായത്തോടെ വീട്ടിൽ ഒരു ദോശ ഇഡ്ഡലിയൊക്കെ തിന്നാൻ, അല്ലെങ്കിൽ ഹെവി ഫുഡൊന്നും കഴിക്കില്ല. അവർക്ക് അത്രയും ഉണ്ടാവുള്ളൂ. അവർക്ക് പൈപ്പ് കമ്പോസ്റ്റ് മതി. അതിന് കൂട്ടുകുടുംബം കുറച്ച് കൂടുതൽ ഹെവി ഫുഡ് കഴിക്കുന്നവരാണ് എന്ന് ചോദിച്ചാൽ മണ്ണിര കമ്പോസ്റ്റ് വെക്കാം, അല്ലെങ്കിൽ റിംഗ് കമ്പോസ്റ്റ് വെക്കാം. റിംഗ് കമ്പോസ്റ്റിന് ഏറ്റവും നല്ല മെത്തേഡ് പഞ്ചായത്ത് കൊടുക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അതിലിടാം. വലിയ വെച്ചതിനകത്തേക്ക് വരില്ല. ഇനി ഇതില്ലെങ്കിലോ കുഴിയെടുത്ത് വെക്കാം. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് വരെ മെമ്പർമാർ പിന്നാലെ പോകണ്ട, ഞങ്ങൾക്ക് അത് കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട്. അതൊക്കെ പ്രോജക്റ്റ് വരുമ്പോൾ വരുന്നുള്ളൂ. 1.5 അടി നീളം, 1.5 അടി വീതി, 1.5 അടി കുഴിയെടുക്കാൻ ഏത് 5 സെൻറ്റുകാരും കഴിയില്ലേ? നിങ്ങൾക്ക് തന്നെ എടുക്കാം. ഞാൻ വേറെ പണിക്കാരനെ വിളിക്കേണ്ട. 1.5 അടി നീളം, 1.5 അടി വീതി, 1.5 അടി കുഴി, ഒരു കുഴി എടുക്കാം. ഏത് 5 സെൻറ്റാണ് എടുക്കാം. നിങ്ങൾ ബക്കറ്റിലാക്കി വെച്ചില്ലേ? രാവിലെ എഴുന്നേറ്റ് ശേഷം കുഴി കൊണ്ടിട്ട് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ചാരും ഭാര്യയിലും മുകളിൽ ഇനി മാറ്റാൻ പറ്റില്ല. ഇത്തിരി മണ്ണുണ്ട്. അപ്പോൾ മഴ തന്നെ ചകിരി സൈഡിൽ ഇങ്ങനെ വെച്ചാൽ കുഴി താകാതെ. രണ്ടാമത്തെ അസുഖം ഒന്നുകിൽ ചാരയുടെ ചാരമില്ലാത്ത ഗ്യാസ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് ചാരം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും 10 കിലോ കുമ്മായം വീട്ടിൽ വാങ്ങിക്കാം. അതിൽ നിന്നുള്ള കുമ്മായം തെറ്റാതെ മതി. മണ്ണിൻ്റെ pH നോട്ടായി കിട്ടും. അങ്ങനെ ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഉണ്ടാവും 1, 2, 3, 4 മുഴുവൻ മണ്ണിലേക്ക് പോയി. ജൈവ മണ്ണിലേക്കുന്നല്ലേ. 20 ദിവസം ആകുമ്പോഴത്തേക്കോ 10 വരെയുള്ള മണ്ണിലേക്ക് പോയി. 30 ദിവസം ആകുമ്പോഴത്തേക്കോ 25 വരെയുള്ള ലേക്ക് പോയി. പിന്നെ മതിയൊക്കെ കാണില്ല, ജൈവ മണ്ണിലേക്കും. അങ്ങനെ അത് നനയുമ്പോൾ രണ്ടാമത്തിൽ എടുക്കാം. അത് നനയുമ്പോൾ മൂന്നാമത്തിൽ ഇടുക. അപ്പോൾ ഒന്നാമത്തെ നല്ല വളക്കുഴിയായില്ലേ? അതിൽ 2 ഞാലിപ്പൂവൻ വാഴ. വലിയ പൈസ ഒന്നുമില്ല. എത്ര ഉണ്ട്? 2 ഞാലിപ്പൂവൻ വാഴയ്ക്ക് 10 രൂപ കിട്ടില്ലേ? അപ്പോൾ 20 ഉറുപ്പിക്ക് 2 വാഴ കർമ്മസേനക്കാർ വാങ്ങിക്കൊണ്ട് കൊടുക്കാം. നിങ്ങൾ 30 ഉറുപ്പ് വാങ്ങിക്കൊള്ളുകയാണ്. ഒരു കുഴി 2 വാഴ വെച്ചൂടെ? വാഴ കൂടെ അതായത് കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ 2 വാഴ കുഴിയിൽ വെച്ചു. വളക്കുഴിയല്ലേ? 10 മാസം ആകുമ്പോൾ 2 കൊല ഉണ്ടായില്ലേ? ഒരു ഞാലിപ്പൂവൻ ഏറ്റവും പറഞ്ഞാൽ 5 ഉറുപ്പ് കിട്ടും. ജൈവമാണ്, വളക്കുഴിയാണ്. ഈ ഷാർജ അടിക്കാനൊക്കെ പറയില്ലേ, ജ്യൂസറിക്കൊക്കെ പോണ സാധനതാണ്. അപ്പോൾ ഒരു കൊലക്ക് 5 ഉറുപ്പ് കിട്ടിയാൽ 2 കൊലക്ക് എത്ര കിട്ടിയ ഒരു കുഴിന്? എത്രേ? അതിൻ്റെ കർമ്മസേനക്ക് മാസം എത്ര കൊടുക്കണം?
കൊല്ലത്തേക്ക് എത്ര കൊടുക്കണം? 15 ഒരു 0 കൊടുത്തോളി. 60 600 അല്ലേ? അപ്പോൾ ഹരിത ദിവസങ്ങൾക്ക് 600 കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലത്തിൽ ബാക്കി എത്ര ഉണ്ടാവും? 400. അതാണ് അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം, അതിൻ്റെ എക്കണോമിക്സ്. മനസ്സിലായോ? അതിന് 7 പൈസ കൊടുത്തെന്ന് വെച്ചാൽ ആ സാധനം കുയിലെ കിട്ടിക്കുക, അല്ലാണ്ട് വാഴയും വെച്ചോളി, പൈസ ഇവിടെ തന്നെ കിട്ടും. എന്നാലും 400 രൂപ അങ്ങോട്ട് തരാമെന്ന് പറയാൻ നിൽക്കും കഴിയണം. മുഴുവൻ ടെക്നീഷ്യന്മാർ ഇത്രയും. അപ്പോൾ അത് ഞാൻ വെറുതെ പറയില്ല, ഞാൻ വെട്ടിക്കൊണ്ടുപോകുന്ന കാര്യം പറയാം. ഇനി തുമ്പകുമഴി കമ്പോസ്റ്റ് അത് നിങ്ങൾക്ക് അത്ര ആവശ്യമില്ല. അത്ര വലിയ പച്ചക്കറി മാർക്കറ്റൊക്കെ ഉണ്ട് വെച്ചാൽ അവിടെ കൂടുതൽ വേസ്റ്റ് വരില്ലേ, അത്ര സംസ്കരിക്കുന്ന സാധനമാണ്. അത് പഞ്ചായത്തിന് ആവശ്യമില്ല, വീട്ടിലേക്ക് ആവശ്യമില്ല. ഇനി ഡിസ്പോസിബിൾ അവസാനത്തെ ഭാഗത്തേക്ക് കളഞ്ഞാൽ കല്യാണങ്ങൾ, ആഘോഷങ്ങൾ, സൽക്കാരങ്ങൾ. ഇന്നിപ്പോൾ ചായ എന്തിനാ കൊടുക്കുന്നത്? ഗ്ലാസ് തന്നെയല്ല, അല്ല നമ്മൾ കുറച്ച് മുന്നേ കഴിച്ചത് പറ്റത്തില്ലല്ലേ, അതൊക്കെ ഒഴിവാക്കി. നമ്മളിപ്പോൾ ഇതിലെന്തുകൊണ്ട് ഇത് കൊടുക്കുന്നുള്ള കാര്യം പറയണേ. ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടേക്കതാണ് പഞ്ചായത്തിനൊക്കെ ഇതാ കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ വീട്ടിലെടുത്തൊരു കല്യാണം ഉണ്ട് വിചാരിച്ചോളൂ. ആ കല്യാണത്തിന് നിങ്ങൾ അറിഞ്ഞ്, അപ്പോൾ നിങ്ങൾ അവരോട് പറയേണ്ടത് എന്താ? ചേച്ചി മോളെ കല്യാണമൊക്കെ ഉണ്ടില്ലേ, ഞങ്ങൾ അറിഞ്ഞ്. നിങ്ങൾ ക്ഷണിക്കൊന്നുമില്ല, പോയി പറയാം ഞങ്ങൾ അറിഞ്ഞു. കല്യാണത്തിന് ആളുകളെ വിളിക്കണം, ഭക്ഷണമൊക്കെ കൊടുക്കണം. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്, പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ്, തെർമോക്കോളിൻ്റെ പ്ലേറ്റ്, പേപ്പർ കപ്പ് വാങ്ങാനോ ഉപയോഗിക്കാനോ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? മാലിന്യം മാത്രമല്ല, എന്നാൽ മാലിന്യം പ്രശ്നം തന്നെ. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കെട്ടിയിട്ട് എവിടെയും കൂടെ തട്ടും. എന്നിട്ട് അവിടെ നായ കടിച്ച് കയറും, കാക്ക പൊത്തി കണലിൽ കൊണ്ടിടും, പങ്ക് കൊണ്ടിടും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാനും പറ്റില്ലെന്ന് പുറത്തൊക്കെ പറയുകയും ചെയ്യും. അതൊന്നും ചീത്ത മെമ്പർമാർക്ക് കിട്ടുകയും ചെയ്യും. ഇവർ ഇതാക്കാനാണ് അടുത്ത കൊണ്ടിട്ട്. അത് വേറൊരു പ്രശ്നം. പക്ഷെ അതിനേക്കാട്ട് വലിയ വിഷയം എന്താണ്? വലിയ വിഷയം പ്ലാസ്റ്റിക് കത്തിച്ച ഡയോക്സിൻ പഠിച്ചല്ലോ. പക്ഷേ പ്ലാസ്റ്റിക് 40-42 ഡിഗ്രി ചൂടായാൽ തന്നെ എന്ത് പുറപ്പെടുവിക്കും? ഡയോക്സിൻ. ഇത് ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ ചാത്തമംഗലത്തെ NIT കെമിസ്ട്രി വിഭാഗം HOD ഡോക്ടർ ലിസ 12 കൊല്ലം മുന്നേ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ തെർമോക്കോളിൻ്റെ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റിൽ ചൂടുള്ള ചോവ, നെയ്ച്ചോവ, ബിരിയാണി വാങ്ങിക്കഴിഞ്ഞാൽ അത് വിഷമായി. അത് കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം നിങ്ങൾ കിഡ്നിയിൽ ഡെപ്പോസിറ്റായി. അത് ധാരാളമായി പറയേണ്ടത് 2 ഉള്ളതുകൊണ്ട് അപ്പോൾ രക്ഷപ്പെട്ടു പോകണം. ഇനി പേപ്പർ പ്ലേറ്റ് നോക്കിയിട്ടുണ്ടോ? അതിലൊന്ന് വെള്ളം ഒഴിച്ച് നോക്കേണ്ടി, അതിൽ മെഴുക് പുറത്തി വെച്ചിട്ടുണ്ട്. അതിലങ്ങോട്ട് ചൂടുള്ള ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉരുക്കി കുടലിലേക്ക് പോകണം. ഇനി പേപ്പർ കപ്പ് പശയിട്ട് ഒട്ടിച്ചാണ് വാക്സ് പുറത്തി വെച്ചിട്ടുണ്ടായില്ലേ, അതിന് ചൂടുള്ള ചായ വെച്ചാൽ അതൊന്ന് ഉരുക്കി കൂടും. ഇതാണ് കുടിക്കുന്നത്. ട്രെയിനിൽ സ്ഥിരം സഞ്ചരിക്കുന്ന ആളില്ലേ, കാര്യം പോക്കാം അല്ല, പെൻഷൻ കിട്ടുമ്പോഴത്തേക്ക് ശരിയായി കിട്ടും. അപ്പോൾ ക്ഷണിക്കുന്ന നിങ്ങൾ പറയേണ്ടത് എന്തുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷണിക്കുന്ന അതിഥിക്ക് ഭക്ഷണം കൊടുക്കരുത്. എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞാൻ നിങ്ങളെ ക്ഷണിച്ചിട്ട് ഞാൻ ഈ ഡിസ്പോസിബിളൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വിഷം തന്നതിന് സമം. അതാണ് പറഞ്ഞത്. ക്ഷണിക്കുന്ന അതിഥിക്ക് ഭക്ഷണം കൊടുക്കരുത്. അതുകൊണ്ടാണ് സ്റ്റീലും ചില്ലും ഉപയോഗിക്കുന്നത്. ഫോട്ടോയൊക്കെ എടുക്കാം, കൊടുക്കാം. അതാണ് ബോധ്യപ്പെടുത്തുന്നത്. വാഷ് പ്ലേറ്റ് ഉപയോഗിക്കാം, സ്റ്റീൽ ഉപയോഗിക്കാം. ഇതിന് കല്യാണ വീട്ടിൽ പന്തൽ അവിടെ കെട്ടണം, അടുപ്പ് അവിടെ കൂട്ടണം, പല കാര്യം ചർച്ച ചെയ്യണ്ടേ. അതിന് മുന്നേ ആദ്യം മറ്റത് 1.5 അടിയാണ് വീട്ടിൽ പറഞ്ഞു കുഴി. 1.5 മീറ്റർ എന്നിട്ട് മാറിപ്പോണ്ട. 1.5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയും 1.5 മീറ്റർ ആഴത്തിൽ കുഴിയെടുക്കാം കല്യാണ വീട്ടിൽ. എന്നിട്ട് പന്തൽ കെട്ടാൻ പോവാം. എന്നിട്ടോ ഈ വാഷ് പ്ലേറ്റിൽ നിന്ന് കഴിച്ചും കൊണ്ട് വരൂലേ, അതൊരു കൊട്ടയിൽ തട്ടാൻ പറയാം. എന്നിട്ട് പച്ചവെള്ളത്തിൽ കഴുകുക, സോപ്പിട്ട് കഴുകുക, ചൂടുവെള്ളത്തിൽ കഴുകുക, പ്ലേറ്റ് തിരിച്ചു വിടുക. പിന്നെയും കഴിച്ചു വരൂലേ. ഒരു 100 പ്ലേറ്റ് ഉണ്ട്, 500 ആൾക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ ഈ രാത്രി നമ്മുടെ കൊട്ടയിൽ നടന്നില്ലേ, ആ കൊട്ടയിൽ നിന്ന് ആ കുഴി കൊണ്ട് തട്ടാം. കുഴി എടുത്തു വെച്ചിട്ടില്ലേ, അത് കൊണ്ട് തട്ടാം. അന്ന് തന്നെ കല്യാണം കൂടെ അടിച്ചു വാരിയിട്ട് രാത്രി തന്നെ 1 മണി പറ്റുപോയില്ല, അത് കുഴിയിലേക്ക് ആക്കാം. അവസാനത്തെ അടുപ്പിലെ ചാറുണ്ടല്ലോ, അത് മാരി അതിൻ്റെ മുകളിലിട്ട് കുഴിയോട് മൂടിക്കാളി നായി മാതാരം വരും. ഒരു വൃത്തിയുള്ള കല്യാണം നടന്നില്ലേ, ഒരു പ്രദേശത്തെ കല്യാണ പ്രദേശത്തെ സാംസ്കാരിക ഉത്സവം. പണ്ടൊരു കല്യാണം കഴിഞ്ഞാൽ ഇല്ലേ, ബാക്കി വന്ന് സാമ്പാർ, ചോറ്, ഇതൊക്കെ അട്ടുവീട്ടൊക്കെ കൊടുത്തിട്ട് ചെയ്യും. ഇന്നൊരു കല്യാണം കഴിഞ്ഞാൽ ദുരിതമാണ് അട്ടുവീട്ട്, അത് മാറ്റി. എന്നിട്ടോ കുഴിയിലാക്കിയില്ലേ, മൂടിയില്ലേ, പിന്നെ അവിടേക്ക് നായും വെച്ചായും ഒന്നും വരുന്നില്ല, വൃത്തിയുള്ള കല്യാണം. അങ്ങനെ കുഴി മൂടിയിട്ടിട്ട് 45 ദിവസം കഴിയുമ്പോൾ കുഴി ഉണ്ടാവും. കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു റോബസ്റ്റ് നട്ടാൽ അതിനൊരു കൊലയും കിട്ടും. 10 മാസം ആകുമ്പോൾ കൊല വെട്ടാം. അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ മുകളിൽ പ്രസവിക്കാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഒരു പടക അങ്ങോട്ടും കൊടുക്കാം. ഇതാണ് കാർഷിക സംസ്കാരം. ഞാൻ പഠിപ്പിച്ചു തന്നത് പണ്ട് കാലത്ത് നമ്മൾ അത് ചെയ്ത കാര്യം. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇനി ഞാൻ പറഞ്ഞു ഒന്നും ചുരുക്കി പറയുന്നു. വീടായാലും സ്ഥാപനമായാലും, സ്ഥാപനം എന്ന് പറഞ്ഞാൽ സ്കൂൾ, ഓഫീസ്, മറ്റു കാര്യങ്ങളൊക്കെ അതിൽ വരും. ജൈവം രണ്ടാക്കി. അപ്പോൾ തന്നെ മാലിന്യം അല്ലാതെ ഒരു കവറിൽ മീനും മുള്ളും മാങ്ങാ തൊലി മത്തൻ്റെ തോട് എല്ലാം കൂടെ കെട്ടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാലിന്യം. അതിനുള്ളിൽ തൽക്കാലം ഫുഡ് വേസ്റ്റ്, തൽക്കാലം പുറത്തെത്താനും പ്രശ്നമില്ല. ആയ വെച്ച് തന്നു, അല്ലെ മണ്ണിൽ വെച്ചു. അതിനുള്ളിൽ കവറില്ല. എന്നാൽ കവർ മാത്രം തൽക്കാലം പുറത്തെത്താനും വേണ്ടിയില്ല, അത് ആദ്യക്കാർ വെച്ച് കൊണ്ടുപോകും, റീസൈക്കിളില്ല. അവിടെയെങ്കിലും ഫുഡ് വേസ്റ്റ് ഇല്ല. ഈ 2 ഘട്ട പാങ്ങിനാണ് മാലിന്യം എന്ന് പറയുന്നത്. അതാണ് ആദ്യം വീട്ടിൽ നിന്ന് തന്നെ മാറ്റണം. അങ്ങനെ ജൈവം രണ്ടാക്കി മാറ്റിയാൽ ജൈവത്തിൽ പ്രധാനപ്പെട്ട സാധനം എന്താണ്? ഭക്ഷണം. അത് ബയോഗ്യാസ്, മണ്ണിര കമ്പോസ്റ്റ്, ഇൻകമ്പോസ്റ്റ്, തുമ്പൂർമൊഴി, വളക്കുഴി, ഏതിൽ വേണേലും ഇടാം. ഏതിലിട്ടാലും എന്തായി മാറും?
പറയും എന്തായാലും വളമായി മാറും. ആ വളം ഉപയോഗിച്ച് അടുക്കളത്തോട്ടുണ്ടാക്കാം. ഏത് 5 സെൻറ്റുകാരനായാലും 2 വെണ്ട, 2 വഴുതന, 3 തക്കാളി, 1 പച്ചമുളക്, 1 കരുവേപ്പില, 5 മണി പയർ മതി. അതിനും കൂടെ അനുസരിച്ച് കൂട്ടിക്കൊള്ളി. അതിൻ്റെ റീസൈക്കിൾ അവിടെ തന്നെ നടന്നു. ഫുഡ് വേസ്റ്റ് അവിടെ വളർത്തുന്നു, അവിടെ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു, അടുക്കളയിലേക്ക് വരുന്നു, ഈ റീസൈക്കിൾ അവിടെ നടന്നു. അജൈവത്തിൽ പ്രധാനപ്പെട്ട സാധനമാണ് പ്ലാസ്റ്റിക്, ചില്ല്, കുപ്പി, ചെരുപ്പ്, ബാഗ്, ഇലക്ട്രോണിക്സ് അല്ലേ? അതെന്താക്കണം? തരംതിരിച്ച് വെക്കണം. അത് കൊണ്ടുപോകും, എങ്ങോട്ട് കൊണ്ടുപോകും? അവിടെ അങ്ങോട്ട് പോകും. അൺസേഫ് അവിടെ തരംതിരിച്ച് വിൽക്കും. ക്ലീൻ കേരള കമ്പനി കൊടുക്കുക, പൊടിച്ച് ഡാറിങ് ചെയ്യാം. ഞാനിത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളിപ്പോൾ സ്കൂളിൽ പഠിക്കേണ്ടേ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 15 കൊല്ലമായിട്ട് പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം എന്തായി 2, 4, 6, 8 പാഠപുസ്തകത്തിൽ വന്നു. ഇക്കൊല്ലം 1, 3, 5, 7 വന്നു. കുട്ടിക്ക് വേസ്റ്റ് മാനേജ് പഠിക്കാണ്ട് വീട്ടിൽ വന്നിട്ട് അമ്മ മാലിന്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ വലിച്ച് എന്താണ് മാലിന്യം എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതെന്താ ചെയ്യേണ്ടത്, സെഗ്രിഗേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അമ്മക്കും വിവരം വേണം. അതാണിത്. അപ്പം പാഠപുസ്തകത്തിൽ എത്തിക്കഴിഞ്ഞു 15 കൊല്ലം കൊണ്ട് നമ്മുടെ നാട് ശരിയാകും. ഈ കുട്ടിയാണ് പഠിച്ച് വരാൻ പോണേ. ഇനി ഇത് നടപ്പാക്കിയ ഒരു കോളേജ് ഞാൻ പറഞ്ഞുതരാം. വീടിൻ്റെ നിങ്ങൾ കണ്ടല്ലോ, കേരളത്തിലെ ആദ്യത്തെ ഹരിതഭവനം എന്നുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയത്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വീടും എൻ്റെ തന്നെ. ഇതൊക്കെ ലക്ഷ്യം. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ കേരളത്തിന് 2050 എത്തുമ്പോഴത്തേക്ക് കാർബൺ ന്യൂട്രൽ കേരളത്തിൽ എത്തിക്കുന്ന. അപ്പോൾ 2050. പ്രധാനമന്ത്രി പറഞ്ഞ 2070 ഇന്ത്യനെ കാർബൺ ന്യൂട്രൽ ഇന്ത്യയിൽ എത്തിക്കണം. അപ്പോൾ ഞാൻ 2025 എൻ്റെ വീട് എത്തിച്ചു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രോവിഡൻസ് കോളേജ് അവരുടെ ലോകം എഴുതിയിട്ടത് 2030. ഒരു പ്രോവിഡൻസ് കോളേജ് അപ്പോൾ 2027, 28 കേരളത്തിന് ഒന്നും കൂടെ ആഞ്ഞു പിടിച്ചാൽ അടുത്ത കർമ്മസേനയും കൂടെ ഒന്നും കൂടെ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2050 കൊണ്ട 40, 45 തന്നെ എത്താൻ. ഇപ്പോൾ ഇന്ത്യ 70 എത്തുക. ഇതിൻ്റെ അവസ്ഥ നമുക്കറിയാം. പണിയാണ്. അപ്പോൾ ഒരു കൾച്ചറാണ് ഇതിൻ്റെ അവസ്ഥയിൽ, ഒരു സംസ്കാരം. ഇത് നടപ്പാക്കിയ ഒരു കോളേജിന് പ്രോവിഡൻസ് വിമൻസ് കോളേജ് കോഴിക്കോട് 53 ഏക്കർ ഭൂമിയുണ്ട്. അവിടെ വിദ്യാർത്ഥികളും അധ്യാപകരടക്കം 3000 പേരുണ്ട്. ആ കോമ്പൗണ്ടിനകത്ത് ഒരു മിഠായി കേരള സെറ്റ് തന്നെ എനിക്ക് 10,000 രൂപ വരും. ഞാനല്ല അവിടെ പ്രിൻസിപ്പൾ. അപ്പോൾ അവരെന്താ ചെയ്തത്? ആദ്യ അക്കൗണ്ടിൽ നേരത്തെ നിങ്ങളുടെ വീട്ടിൽ പിന്നാമ്പം കൈനാക്കാൻ മൊത്തം കൈനാക്കി. ഇതെന്താ 2008 എല്ലാ സാധനവും നുള്ളി കൊത്തിയും അതിൻ്റെ അവർ റീസൈക്ലിംഗ്. പിന്നീട് അവർ സിസ്റ്റം ഫോം ചെയ്തു. ഒരുപാട് അവാർഡ് അവർക്ക് കിട്ടി. അപ്പോൾ നമ്മളിപ്പോഴത്തെ കളക്ടറില്ലേ സ്നേഹകുമാർ, അദ്ദേഹം പറഞ്ഞു ഒരുപാട് അവാർഡുകളായി പ്രോഡക്ട്സിന് കിട്ടുന്നു. ഇവരെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങളൊന്ന് പോയി നോക്കണം. ഈ അവാർഡ് കൊടുത്താരൊക്കെയാ? ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ക്ലീൻ കേരള കമ്പനി, ഇവരൊക്കെ പോയി നോക്കിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പോയി നോക്കണമെന്നാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വിവിധ കോളേജിൽ നിന്ന് മെഡിക്കലായ മെഡിക്കലിൽ 19 കുട്ടികളായ തിരഞ്ഞെടുത്തു കളക്ടർ ഇൻറ്റേൺസായി. ആ തിരഞ്ഞെടുത്ത കുട്ടികളോട് അത് പ്രോഡക്ട്സ് പോയിട്ട് നോക്കിയിട്ട് നിങ്ങളത് റിപ്പോർട്ട് തരണം. നമ്മളെക്കാട്ടും മെഡിക്കലല്ലേ കുട്ടികളെ, നമ്മൾ കാണാത്തപ്പോൾ പോയി കാണും. കുട്ടികളവിടെ പോയിട്ട് പ്രിൻസിപ്പളോട് ചോദിക്കാം എന്താണ് സാർ ഇവിടുത്തെ സിസ്റ്റം. പ്രിൻസിപ്പൾ എന്താ പറഞ്ഞത്? ഞാനൊന്നും അവിടെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൾ പറഞ്ഞ് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ പോയി നോക്കിക്കോളി, കണ്ടുപോലെ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാം. കണ്ടോ ഒരു പെട്ടിയുണ്ടല്ലോ മൈക്രോൺസേഫ്. അപ്പോൾ ഈ ഇത്രയും കുട്ടികൾ ചിലപ്പോൾ 4-5 കുട്ടികൾ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയത് അത് ഏത് പെട്ടിയിലിടണമെന്ന് കുട്ടിക്കാൻ. ഒരു ടെസ്റ്റ് ട്യൂബ് പൊട്ടി അതിനകത്ത് ഇടണമെന്നറിയാം, ഒരു മിഠായി കഴിച്ച് അതിനകത്ത് ഇടണമെന്നറിയാം, ഒരു എഴുതി പറഞ്ഞ് അതിനകത്ത് ഇടണം. കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവിടുത്തെ അധ്യാപകരും കുട്ടികൾക്ക് അതിന് മുന്നേ ക്ലാസ് കൊടുത്ത അതേമായി. ആ ക്ലാസ് കൊടുത്തതിന് ഫലമായിട്ട് അവിടെ ശരിക്കും പാലിക്കുന്നു. അത് ചായയും വടയും കുറിച്ച് കുടിക്കുന്നേ അത് കുട്ടികൾ കണ്ടു. രണ്ടാമത് അതിനകത്ത് ആ ബോക്സ് എന്ന് അറിയുമ്പോൾ അവരിതാ ചാക്കിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ? ഇതാണ് ഹരിത കർമ്മസേന എടുക്കുന്നത്. എത്ര നീറ്റായിട്ട്, എത്ര ഭംഗിയില്ല. എടുക്കുമ്പോൾ ഒരു അന്തസ്സില്ലേ. അതായത് വാരി കെട്ടി കുപ്പിയിലാക്കി കൊടുക്കഴിഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം ഇവിടുത്തെ അഞ്ഞി പോകണം. പിന്നെ ഇൻകമ്പോസ്റ്റ്, ഫുഡ് വേസ്റ്റ് പരമാവധി കുട്ടികളെ വേസ്റ്റ് ആക്കുന്നില്ല. എന്നാലും കുറച്ച് പേരില്ലേ അതിനകത്ത് ഇൻകമ്പോസ്റ്റ് ഉണ്ട്. അത് 1 പറഞ്ഞാൽ 2 കഴിഞ്ഞാൽ 3. അത് കുട്ടികൾ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. ആ ചിത്രമൊക്കെ വരച്ച കുട്ടികൾ അതിന് മുകളിൽ ഷെഡ് ഉണ്ടാക്കി മഴ കൊള്ളാതെ. അതും ഈ ഇൻറ്റൻസ് പോയി കാണും. കരിയില കമ്പോസ്റ്റ് ഒരുപാട് മരങ്ങളുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നും കത്തിക്കുന്നില്ല. ഈ ഒരു ടാങ്ക് പോലെ കണ്ടില്ല മണ്ണിൽ അതിലിട്ടായി. അതൊരു കൊല്ലം കൊണ്ട് പൊടിഞ്ഞ് നോക്കും. ആ കാർബൺ മണ്ണിലേക്ക് എന്നെ കൃഷിക്ക് കൊടുക്കുക. അവിടെ വാഴത്തോട്ടമുണ്ട്, അതിലേക്ക് കൊടുക്കുക. പച്ചക്കറിയുണ്ട്, അതിന് വളമായിട്ട് കൊടുക്കുന്നു. വാഴയും കൊടുക്കും. വാഴക്ക് അടിവേരില്ല, വാഴക്ക് വേര് മുകളിലേക്കാണ് വരിക. അതിന് ചുറ്റിട്ട് കൊടുത്ത് കുറച്ച് മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. ഇതെല്ലാം കണ്ട് കലക്ടർ കൊടുത്തയച്ച വാഹനത്തിൽ തിരിച്ചു പോകും. എന്നിട്ട് കുട്ടികളെ കലക്ടർ അടുത്ത് പോയിട്ട് പറഞ്ഞെന്താ സാർ ഞങ്ങൾ കേട്ടതിനെക്കാട്ടും അപ്പുറമാണ് അവിടെ പോയിട്ട് കണ്ടത്. ഇതുപോലെ നമ്മുടെ കലക്ടർ ഇൻറ്റേൺസിനെ ഇവിടേക്ക് നമ്മുടെ ലൈബ്രറിയിലേക്ക് അയക്കുന്നു. നിങ്ങൾ ഈ 30-40 ആളെ വീടില്ലേ, എത്ര ആൾക്കാർ ഇവിടെ വന്ന് ആളുകൾ വീട്ടിലേക്ക് അവിടെ വിടണം. അവർ പോയി പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി 70-80 വീട് കണ്ട് സാർ എന്ത് മാറ്റമാണ് അവിടെ നടക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് അവാർഡിലേക്ക്. ഇത് കലക്ടർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അയാളുടെ വന്ന് സ്പെഷ്യൽ അവാർഡ് വേറെയും. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോളേജാണ്
ഇപ്പോൾ കാർബൺ എത്തുന്ന ആദ്യത്തെ കോളേജ് അവർ തന്നെ ആയിരിക്കും. 2030 വേണ്ടത്. ഇനി ഞാനല്ല പറയേണ്ടത്, ഇനി നിങ്ങളാണ് പറയേണ്ടത്. മാലിന്യമില്ലാത്ത ഹരിതാപമായ വീടും നാടും സൃഷ്ടിക്കാൻ നിലനിർത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ വീടിനെ മാലിന്യമുക്തമാക്കാൻ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? നിങ്ങളുടെ വീട്ടിലെ മുന്നിലെ പൊതുവഴി മാലിന്യമുക്തമാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? പിന്നെ നിങ്ങളുടെ വാർഡ്, പിന്നെ നിങ്ങളുടെ പഞ്ചായത്ത്, പിന്നെ കേരളം, പിന്നെ ഭാരതം, വീട്ടിൽ നിന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? അത് പറയേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. നന്ദി, നമസ്കാരം. നമ്മുടെ ബാബുവേട്ടൻ ക്ലാസ് എടുത്തു. സംശയങ്ങൾ ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനേക്കാളും കൂടുതൽ നല്ലത് നമ്മൾ ഓരോരുത്തരും ഇവർ പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കുക. മറ്റുള്ള ഇത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പരിപാടിയിലേക്ക്, അതായത് നമ്മുടെ ഹരിത ഭവനം, അതിലൂടെ ഹരിത കേരളം, ഹരിത ഭാരതം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയും. ബഹുമാനപ്പെട്ട കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി സുരേഷ് ബാബുവേട്ടൻ ഇവിടെ എത്തിയിട്ട് ക്ലാസ് അല്പം വൈകിപ്പോയിട്ട് അധികം വരാൻ വൈകും, ക്ലാസ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുരേഷ് ബാബുവേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു ക്ലാസ്സിനൊരു ഉദ്ഘാടനത്തിന്റെ ആവശ്യമില്ല. ഒന്നിനായിട്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ചായ ഉണ്ട്. നിങ്ങളെ സംശയം ഇത് നമുക്ക് പ്രായോഗിക രംഗത്ത് നടപ്പിലാക്കാനാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എങ്ങനെ അത് നടപ്പിലാക്കണം ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടാവും. അത് ദൂരീകരിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. പിന്നീട് ഇതിനുള്ള കർമ്മ പദ്ധതികൾ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ആവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾ ആരംഭിക്കണം. നമ്മൾ ലൈബ്രറി എന്ന നിലയിലേക്ക് ഇതിലേക്ക് വരുന്നത് നമുക്കറിയാം, നമ്മളെ സംസ്ഥാന സർക്കാർ ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്നൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത മിഷൻ രൂപീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിലവിലുള്ള സർക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ലക്ഷ്യം സുസ്ഥിര കേരളം എന്ന ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി മാലിന്യമുക്ത നവകേരളം എന്നൊരു ക്യാമ്പയിൻ ആരംഭിക്കാനും ആ ക്യാമ്പയിന്റെ ഭാഗമാകാൻ നമ്മളെ സംസ്ഥാന ലൈബ്രറി കൗൺസിലും തീരുമാനിച്ചു. അപ്പം നമ്മളെ ലൈബ്രറികൾ ഈ സർക്കാർ ആലോചിച്ച് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ജനകീയമായിട്ടുള്ള സഹായം ഇല്ലാണ്ട്, സഹകരണം ഇല്ലാണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിന്റെ ഏജൻസികൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹരിതകർമ്മ സേനയോ അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, നമ്മളെ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഈ ഒരു പദ്ധതി നമ്മളെ കേരളത്തില് ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്തൂല എന്നുള്ള കൃത്യമായ ധാരണ സർക്കാരിനുണ്ട്. അതുകൊണ്ട് ജനകീയമായിട്ടുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഏറ്റവും താഴെ തട്ടിൽ ഇടപെടുന്ന ഒരു വലിയ, കേരളത്തിലെ ഏറ്റവും വലിയൊരു സംവിധാനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഈ അർത്ഥത്തിലുള്ള ഗ്രന്ഥശാലകളില്ല. നമുക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രാന്റ് കൊടുക്കുന്ന ഏതാണ്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറികൾ തന്നെ കേരളത്തിൽ 10,000 ലൈബ്രറികൾ. അപ്പൊ 10,000 ലൈബ്രറികൾ ഇതുപോലെ ഉപാസന പോലുള്ള അത്ര അല്ലാത്ത ചെറിയ രീതിയിലുള്ള ലൈബ്രറികളും ഇതുപോലെ സംവിധാനം കെട്ടിടമൊന്നും ഇല്ലാത്തതാണെങ്കിലും ഏതാണ്ട് ഗ്രാന്റ് കൊടുക്കുന്ന ഈ ലൈബ്രറികൾ. അപ്പൊ ആ ലൈബ്രറിക്കകത്ത് ഇന്ന് നിലവിൽ ലൈബ്രറിക്ക് കമ്മിറ്റി അംഗങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ലൈബ്രറിക്കകത്ത് 15 പേരുണ്ട്. സ്വാഭാവികമായിട്ടും 10,000 ലൈബ്രറിയിൽ വരുമ്പോൾ ലക്ഷക്കണക്കിന് വളണ്ടിയേഴ്സ് ഗ്രന്ഥശാല പ്രവർത്തകർ എന്ന നിലയിൽ കേരളത്തിനകത്തുണ്ട്. അതുകൂടാണ്ട് ഓരോ ലൈബ്രറിക്കകത്തും മെമ്പർമാരുണ്ട്. 100 കണക്കിന് മെമ്പർമാർ, 200, 300 മെമ്പർമാരായിട്ടുള്ള ആളുകൾ ലൈബ്രറി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതോട് പ്രദേശത്തുള്ള ആളുകൾ ലൈബ്രറി മെമ്പർമാരുണ്ട്. അപ്പൊ സർക്കാർ വളരെ കൃത്യമായ ധാരണയോട് കൂടി പറഞ്ഞു, നമ്മളോടല്ല എല്ലാ മുഴുവൻ ഗ്രന്ഥശാലകളും ഹരിത ഗ്രന്ഥശാലകളായി മാറേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ 2025 മാർച്ച് 25-നകം നമ്മളെ ഗ്രന്ഥശാലകളൊക്കെ തന്നെ ഹരിത ഗ്രന്ഥശാലകളായിട്ട് പ്രഖ്യാപിക്കണമെന്ന് നമ്മളോട് ലൈബ്രറി എന്ന നിലയിൽ ഞങ്ങളടുത്ത് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ള ചില കർമ്മ പദ്ധതികൾ അതിന്റെ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ തന്നെ ഇതുപോലെ വിദഗ്ധരായുള്ള ആളുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു ക്ലാസ് ഒക്കെ തന്നെ അത് താഴെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. ഫലപ്രദമായോ എന്ന് വെച്ചാൽ വേണ്ടത്ര അത് താഴോട്ട് പോയിട്ടില്ല. എന്നാലും നമ്മളെ ഒരുപാട് ലൈബ്രറികൾ ഹരിത ലൈബ്രറികളായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. അത് കേവലം ലൈബ്രറിക്ക് അകത്ത് മാത്രം ഒതുങ്ങുന്ന രീതിയിൽ ലൈബ്രറിയെ ഒന്ന് ശുചീകരിച്ചു, അതിൻ്റെ അകത്തെ പൊടിയൊക്കെ തട്ടി ഏറിയൊന്ന് അതിന്റെ മുറ്റത്തൊക്കെ ഉള്ള ഒന്ന് പുല്ലൊക്കെ ഒന്ന് പറിച്ചു, അങ്ങനെ ഒരു ഹരിതകർമ്മ ബോർഡും വെച്ചു ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി എന്നതാണ് ഉണ്ടായത്. പക്ഷെ അതെല്ലായിരുന്നു ഉദ്ദേശിച്ചത്. ലൈബ്രറി കൗൺസിൽ കൃത്യമായ അതിന്റെ മോഡികളനുസരിച്ച് താഴൊക്കെ കൊടുത്തില്ല. ആ നിലയിലേക്ക് അത് വിജയിച്ചിട്ടില്ല. അങ്ങനെ തന്നെ സത്യസന്ധമായിട്ട് പറയാം.
എന്നാലും തുടക്ക നിലയിൽ കുറെ ഇടപെടലുണ്ടായി. അത് ലൈബ്രറിക്കകത്തുള്ള ലൈബ്രറി ഇതുപോലെ ശുചിയാക്കാനും ലൈബ്രറിയുടെ പരിസരം ശുചിയാക്കാനും ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളുടെ വീടുകൾ ഈ നിലയിലേക്ക് ഹരിതമാക്കാനും അതിനുശേഷം ലൈബ്രറിയുടെ പരിസരത്തുള്ള പൊതുസ്ഥലങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ തന്നെ വൃത്തിഹീനമായ സ്ഥലങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ശുചിയാക്കിക്കൊണ്ട് പൂന്തോട്ടം വരെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നല്ല സ്ഥലങ്ങളാക്കി മാറ്റാനും അതിന്റെ പരിചരണവും നിലനിൽപ്പും ആ ശുചിയാക്കി അതോടുകൂടി ഇവിടെ പറഞ്ഞു നമ്മളെ ആഗസ്റ്റ് ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ശുചീകരണ വാരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്നതിലുപരിയായിട്ട് കേരളത്തിന്റെ പുതുവായ വികസനത്തിനും നാടിന്റെ നന്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായി ദിനംപ്രതി ഏറ്റെടുത്ത് കൊണ്ടുപോകേണ്ട ഒരു പദ്ധതി എന്ന നിലയിലാണ് ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ പദ്ധതി ലൈബ്രറി ഏറ്റെടുത്ത് നടത്തുമ്പോൾ ആ ലൈബ്രറിക്കകത്ത് നിൽക്കുന്ന പരിസരത്തുള്ള വീടുകളൊക്കെ തന്നെ സർവേ നടത്തി അവിടെ എങ്ങനെയാണ് ഈ ശുചിത്വ പ്രവർത്തനം അവിടെ കൈകാര്യം ചെയ്യുന്നത്, അവിടെ പോരായ്മയുണ്ടെങ്കിൽ ലൈബ്രറിക്കകത്തേക്ക് അവരെയൊക്കെ തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് കൃത്യമായ ബോധവൽക്കരണം ഇവിടെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ഇതിനകത്തേക്ക് എത്തിക്കാൻ ഈ കർമ്മ പദ്ധതിക്കകത്ത് അവർ കൂടെ ഭാഗമാക്കാനും എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്നുള്ള ലക്ഷ്യബോധത്തിലേക്ക് അവരെ എത്തിക്കാന്നുള്ള ഒരു വലിയ പദ്ധതിയാണ് ലൈബ്രറിക്ക് ഏറ്റെടുക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ടണ്ണ് കണക്കിന് മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യമാണ് ഈ കൊണ്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ തൊട്ട് ഇവിടെ പറഞ്ഞ മാതിരി തൊട്ട് ഈ 5 കൊല്ലത്തിന് മുമ്പ് ഈ മാലിന്യം മുഴുവൻ നമ്മൾ വലിച്ചെറിഞ്ഞതാണ്. നമുക്ക് കൊണ്ടുപോകാൻ നമ്മൾ അടുപ്പിലിട്ട് കത്തിച്ചു അല്ലെങ്കിൽ നമ്മളെ പ്രദേശത്ത് എവിടെയെങ്കിലും നമ്മൾ കെട്ടി കൂട്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട സാധനമാണ്. ആ സാധനമാണ് ഈ ഹരിത കർമ്മസേനനെ വെച്ചിട്ട് 2-3 മാസം കൊടുക്കുക. എല്ലാ മാസത്തിലൊന്നും 60 ഉറുപ്പിക എടുത്തിട്ട് എടുക്കാനുള്ള പ്ലാസ്റ്റിക് നമ്മളെ വീട്ടിലൊന്നും ഇല്ല. എന്നാലും 2-3 അപ്പൊ ഇത്രയും സാധനം മാലിന്യം എടുക്കാനും ആ ഒരു ബോധത്തിലേക്ക് വീടുകൾ 100% വന്നിട്ടില്ല കേട്ടോ. ഇത് കോർപ്പറേഷന്റെ അല്ല പഞ്ചായത്തിന്റെ അല്ലേ പണി എന്ന് പറയുന്ന വീട്ടുകാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും കെട്ടിയിട്ടും പുറത്തിടുന്ന ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും വന്നില്ല. എന്നാൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ ബോധത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നതിനും ഇത് കൃത്യമായിട്ട് വീടുകളിൽ കൊടുക്കുന്നതിനും ഒരലോസരമില്ലാതെ അവർക്ക് രൂപം കൊടുത്തുകൊണ്ട് ഇത് എന്റെ കടമയാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തുന്ന നിലയിലേക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലയില് നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും ശ്ലാഘനീയമായി ഏറെക്കാലത്തെ നമുക്കറിയാം ബാബു അതിന്റെ ഒരു അല്ലെ അതിന്റെ ഒരു മുഖം അതാണ്. ആ പ്രസ്ഥാനത്തിന്റെ മുഖം തന്നെ ബാബു പറമ്പത്താണ്. നിറവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ പറയാനുള്ളത് പാവന്റെ പേരും ആ രൂപം തന്നെയാണ് മനസ്സിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഇടപെടൽ എല്ലാ മേഖല ഒട്ടേറെ സ്ഥലങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറയേണ്ടതല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. ദേശോദ്ധാരണി ഈ സർക്കാർ ഇത് പറഞ്ഞപ്പോ ലൈബ്രറി കൗൺസിൽ ഇത് ഏറ്റെടുത്തപ്പോ ഇവിടെ പറഞ്ഞ മാതിരി ഇതിന് മുൻകൈ എടുത്ത് അതുപോലെ തന്നെ പറഞ്ഞ കോളേജിന്റെ വളണ്ടിയേഴ്സിന്റെ അടക്കം സഹായത്തോടു കൂടി ഒരു ലൈബ്രറി ആ പ്രദേശത്തുള്ള 100-100 ചില്ലാനം വീട്ടുകാർ അല്ലെ 120-140 155 വീട്ടുകാർ അതിലേക്ക് വന്നു. ഞാൻ അതിലെ ഒട്ടേറെ 10 പരിപാടി മേയറൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ വീടുകാർക്ക് ഇതിലേക്ക് വന്നിട്ടുള്ള ഈ സംവിധാനമൊക്കെ ത്തിലേക്കൊക്കെ വന്നു ചേർത്തിട്ട് മാലിന്യം ഒക്കെ ശേഖരിച്ച് ആദ്യപടി എന്താ അതിനെ തരംതിരിക്കല. ആ തരംതിരിച്ച് ജൈവം ഉപയോഗിച്ച് വളം ഉപയോഗിച്ച് കൃഷി നടുന്ന രീതിയിലേക്ക് അവരെ എത്തിക്കാനും ഒക്കെ മാറ്റിയെടുക്കാൻ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവരിന്നും വ്യത്യസ്തങ്ങളായ പ്രവർത്തന ദേശോദ്ധാരണ മാനേജ്മെന്റ് നേതൃത്വത്തിൽ ഇന്ന് നടക്കണം. അതിന്റെ ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് ആ പ്രവർത്തനമൊക്കെ നടക്കുന്നത്. അന്ന് മേയർ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇത്ര അവിടെ ഒരു ഹാളിൽ വെച്ച് ഇതിൽ പങ്കെടുത്തിട്ട് ഇതില് സന്നദ്ധരായ വീട്ടുകാർക്കൊക്കെ തന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു. അങ്ങനെ നമ്മള് ഇത് നടക്കൂല, അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്, ഇതൊന്നും നടക്കാൻ പോണില്ല എന്നുള്ള തോന്നലുള്ളവരെ പോലും അല്ല ഇതെല്ലാം നടക്കും, ഇതിന് ജനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾ ഇതിന് ഒപ്പം ചേരും, ഇത് അവർക്ക് കൃത്യമായ ബോധ്യം ഇതിന്റെ പ്രയാസങ്ങളും ഒക്കെ തന്നെ ബോധ്യപ്പെട്ടാൽ അവർ ഇതിനൊപ്പം നിൽക്കും, നാടിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് മുന്നേറ്റത്തിന് വേണ്ടി ജനങ്ങൾ അണിനിരക്കുന്നുള്ള ചെറിയ തിരിച്ചറിവുണ്ടാകുന്ന രീതിയിലേക്ക് ആ ലൈബ്രറിക്ക് മുന്നോട്ട് പോയി. ഇപ്പം താലൂക്കിനകത്തുള്ള ലൈബ്രറികളിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണ്. ഇതുപോലുള്ള അടക്കമുള്ള പരിഷത്തിന്റെ ഒക്കെ തന്നെ ഈ രംഗത്ത് ഏറെക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന പരിഷത്ത് പോലുള്ള സംഘടനകളുടെ തന്നെ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉൾച്ചേർന്നിട്ടുള്ള ലൈബ്രറിയാണ്. അവർക്ക് ഇത് സാധിക്കും. നിങ്ങളെല്ലാവരും ഒത്തുനിന്നാൽ ഈ ലക്ഷ്യം നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയും. അതിന് നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോഴിക്കോട് താലൂക്കിന്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.